എല്ലാ പ്രേക്ഷകരും എല്ലാ ആളുകളും ഇന്ന് മലയാളികളൊക്കെ മഴയുടെ ഒരു ആലസ്യത്തിലാണ്. ഇന്ന് നമുക്കറിയാം 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സ്വാഭാവികമായും സംസ്ഥാനത്ത് ഒരു അവധിയുടെ മൂഡുണ്ടാകും. ഒപ്പം ശക്തമായ മഴ കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. നമുക്കറിയാം ഇന്ന് അവധിയുള്ള പ്രധാനപ്പെട്ട ജില്ലകൾ ഇടുക്കിയും പത്തനംതിട്ടയും വയനാടും കോട്ടയവും ആലപ്പുഴയും എറണാകുളവുമാണ്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജിലടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് PSC പരീക്ഷകൾക്കടക്കം സംസ്ഥാനത്ത് മാറ്റം പറഞ്ഞിട്ടില്ല. മുൻ നിശ്ചയപ്രകാരമുള്ള എല്ലാ പരീക്ഷകളും നടക്കും. സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന വിവരം ബന്ധപ്പെട്ടവർ മുന്നോട്ട് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ശക്തമായ കാറ്റിൻ്റെ മുന്നറിയിപ്പും പല ജില്ലകളിലുണ്ട്. അങ്ങനെ മഴക്കെടുതി സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ, കോട്ടയം, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ. നമ്മോടൊപ്പം ശരണ്യ സ്നേഹജനും പ്രിൻസും ശശിനാരായണനും ശ്രീജിത്തും ഡാനിയും അനീഷ് കുമാറും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരും. മഴയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. ശരണ്യയിലേക്ക് ആദ്യം ഒന്ന് പോകണം. ശരണ്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ രാത്രി വൈകിയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ആദ്യം നമുക്കറിയാം ചേർത്തലയിലും കുട്ടനാട് താലൂക്കിലും ചേർത്തല താലൂക്കിലുമൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു. രാത്രി വൈകി ജില്ലയൊട്ടാകെ അവധി പറയുകയായിരുന്നു. ഒരുപാട് ആവശ്യങ്ങൾ കളക്ടർ മാമന്റെ മുമ്പിൽ ചെന്നു എന്നും നമ്മൾ ഈ ഫെയിലുകൾ ചെന്നു അവധി തരണം എന്ന് പറഞ്ഞ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ അതോ കാര്യമായ മഴയുണ്ടോ ജില്ലയിലുടനീളം? രഞ്ജിത്ത്, രാവിലെ എന്തായാലും ആശ്വാസകരമായ ഒരു സാഹചര്യമാണ്. വലിയ മഴയില്ല. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോട് തുടങ്ങിയ മഴ രാത്രി വരെയും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം കുട്ടനാട് താലൂക്കിൽ പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഒത്തിരിയുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മഴയെ തുടർന്ന് അവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യം കുട്ടനാട് താലൂക്കിലും ചേർത്തല താലൂക്കിലുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി വൈകിയാണ് ആലപ്പുഴ ജില്ലയ്ക്ക് മുഴുവനായി അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മഴക്കെടുതിയിൽ ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ആലപ്പുഴ ജില്ലയിലാണ്. അതായത് 14 വയസ്സുകാരനായ വിദ്യാർത്ഥി മതിലിടിഞ്ഞ് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അൽ ഫയാസ് അലി എന്ന 14-കാരനാണ് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വീടിന് തൊട്ടടുത്ത് മതിൽ വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം ഇന്നലെ രാത്രി ആലപ്പുഴ നഗരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആറാട്ടുവഴി സ്വദേശിയാണ് ഈ കുട്ടി. മാത്രമല്ല അത് ഈ കുട്ടി പോകുന്ന വഴിയിൽ തന്നെ മഴക്കെടുതി മൂലം, അതായത് മതിലിന് ബലക്ഷയം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അത്തരത്തിൽ ദുഃഖകരമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അന്തേക്ക് പറമ്പ് വീട്ടിൽ അലിയുടെയും ഹസീനയുടെയും ഏക മകനാണ് മരിച്ച അൽ ഫയാസ് എന്ന 14-കാരൻ. അത്തരമൊരു ദുഃഖകരമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ അൽ ഫയാസിന്റെ ഭൗതിക ശരീരം ഇന്ന് പഠിച്ച ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവിടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദുഃഖകരമായ സാഹചര്യം കൂടി ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിലെ ഈ മഴ കനത്തതോടുകൂടി അവധിയൊക്കെ പ്രഖ്യാപിക്കാനും ഒരു പ്രധാന കാരണം ഈ കുട്ടിയുടെ മരണവും ഒക്കെയാണ് എന്നുള്ളതാണ്. പലയിടത്തും കുട്ടികളെ സ്കൂളുകളിലേക്കൊക്കെ വിടാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലമാണ് അത്തരമൊരു സാഹചര്യവും ഈ അപകട സാഹചര്യവും ഒക്കെ കണക്കിലെടുത്താണ് ജില്ലാ കളക്ടർ അവധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളത് ഇപ്പോൾ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് കടലാക്രമണ സാധ്യതയുള്ള ഇടങ്ങളിൽ അത് ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തൃക്കുന്നപ്പുഴ, പ്രണവം ജംഗ്ഷൻ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലും ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെയുണ്ട്. അത്തരത്തിൽ കടലാക്രമണ ബാധിത മേഖലകൾ ഉണ്ട് എന്നും ഉള്ളതും ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തീരദേശം കൂടുതലായുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങൾ പ്രശ്നമുണ്ട്. പക്ഷേ ഈ പമ്പയാറ്റിലെയോ മറ്റ് ആറുകളിലെയോ ഒന്നും ജലനിരപ്പ് അത്ര ക്രമാതീതമായ രീതിയിൽ വർദ്ധിക്കുകയോ അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. തോട്ടപ്പള്ളി സ്പിൽവേ മുറിച്ച അവസ്ഥയിലാണ്. പൊഴി ആദ്യഘട്ടത്തിൽ തന്നെ മുറിച്ചു നീക്കിയിരുന്നു. വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മറ്റ് ജില്ലകളിലെ പോലെ അത്ര കനത്ത മഴ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇടവിട്ടുള്ള മഴ ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു മങ്ങിയ അന്തരീക്ഷത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഒരു മഴ കനക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മരണവും ഒക്കെ സംഭവിക്കുകയും ചെയ്തൊരു സാഹചര്യം ഇപ്പോൾ ജില്ലയിലുണ്ട്. രഞ്ജിത്ത്.
ഈ കുട്ടനാട് നമുക്കറിയാം എപ്പോഴും മഴയുടെ ഭീഷണിയുള്ളത്. കോട്ടയത്തൊക്കെ ശക്തമായ മഴയുണ്ട് ഇന്നലെ മുതൽ. ശരണ്യ, നമുക്കറിയാം മലയോര മേഖലകളിലൊക്കെ മഴയുണ്ട്. വെള്ളത്തിൻ്റെ വരവ് കുട്ടനാടൻ മേഖലയിലേക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ വേനൽക്കാലത്തും വേനൽ മഴയുടെ സമയത്തും വളരെ കൃത്യമായി തന്നെ അവിടെ നിന്ന് ശരണ്യയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കുട്ടനാട്ടിലെ പല മേഖലകളിലും വെള്ളം കയറിയത്, അപ്പർ കുട്ടനാട് മേഖലയിലടക്കം. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? കുട്ടനാട് മേഖല വെള്ളക്കെട്ടിൽ തന്നെയാണോ, പ്രത്യേകിച്ച് AC റോഡിലുമൊക്കെ? AC റോഡിൽ വെള്ളം കയറിയിട്ടില്ല. മറിച്ച് ഈ ചിലയിടങ്ങളിൽ, അതായത് നമുക്കറിയാമല്ലോ രഞ്ജിത്ത്, പമ്പയാറിന്റെ തീരപ്രദേശങ്ങളൊക്കെ അടങ്ങുന്ന ചെറിയ തലവടി പഞ്ചായത്തിലേക്ക് ചെറിയ വാർഡുകൾ, ചില വാർഡുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ്. അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ കിഴക്കൻ മേഖലയിൽ വെള്ളം നിർത്താതെ മഴ പെയ്താൽ തീർച്ചയായും അത് കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും പെയ്യുന്ന മഴ ആലപ്പുഴ വഴിയാണ് ഒഴുകി ആ വെള്ളം പുറത്തേക്ക് അറബിക്കടലിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ അത്തരം കഴിഞ്ഞ 2 ദിവസമായി മഴയുണ്ടെങ്കിലും ഒരു സമയക്രമമുണ്ട് ഒഴുകി വെള്ളം എത്തുന്നതിന്. അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ AC റോഡ് പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാഹചര്യം നമുക്കറിയാലോ. പുതിയ റോഡിന്റെ നിർമ്മാണമൊക്കെ വന്നതുകൊണ്ട് ഗതാഗത തടസ്സമോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പലയിടങ്ങളിലും എലിവേറ്റഡ് ഹൈവേ ആയി ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വലിയ പ്രതിസന്ധിയില്ല. താഴ്ത്തുകൂടിയുള്ള റോഡുകൾ, ഇപ്പം സഞ്ചരിക്കുന്ന താഴ്ത്തുകൂടിയുള്ള റോഡുകളിലൊന്നും വെള്ളം കയറി എവിടെയും ഗതാഗത തടസ്സമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ കുട്ടനാടിന്റെ ഈ പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖലകളിലെ തലവടി അടക്കമുള്ള ഇടങ്ങളിലെ പമ്പയാറ് തീരപ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് പമ്പയാറിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. അല്ലാതെ അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും വലിയ ഒരു രൂക്ഷത നിൽക്കുന്നത് കടൽക്ഷോഭത്തിൽ തന്നെയാണ് എന്ന് പറയാം. ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയും ഇടുക്കിയും ഉള്ള കോട്ടയം അടക്കമുള്ള മേഖലകളിലെ ജലം അത് ഒഴുകിയെത്തുകയാണെങ്കിൽ അത് സ്വാഭാവികമായും പ്രശ്നമുണ്ടാകും. പരമാവധി തോട്ടപ്പള്ളിയും തണ്ണീർമുഖവും വഴി പുറന്തള്ളാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ മഴ സമയത്ത് തന്നെ തോട്ടപ്പള്ളിയുടെ പൊഴി മുറിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടനാട്ടിലേക്ക് കരകവിയാതെ പരമാവധി ഒഴുക്കി തോട്ടപ്പള്ളി വഴി പുറന്തള്ളാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ആ രീതിയിൽ ഒരു വലിയ ആളുകളെ ഒഴിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന രീതിയിലോ ഉള്ള പ്രതിസന്ധികളൊന്നും രൂപപ്പെട്ടില്ല. സ്വാഭാവികമായും താഴ്ന്ന ഇടങ്ങൾ, കൈനഗിരിയിലും ഒക്കെ ചില താഴ്ന്ന ഇടങ്ങൾ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ആലപ്പുഴ ജില്ലയിലെ സാഹചര്യം. ആലപ്പുഴയിൽ ഒരു മരണം, ഒരു വിദ്യാർത്ഥി മരിച്ചത്, അത് ദാരുണമായ ഒരു സംഭവമായി മാറി. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ ശരണി നിൽക്കുന്ന സ്ഥലത്തടക്കം കാര്യമായ മഴയില്ല. ആലപ്പുഴയിൽ ചില മേഖലകളിൽ, മാവേലിക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ, കായംകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. രാവിലെയും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയുടെ മറ്റ് പ്രധാന സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു. രാവിലെ അല്പം ഒരു ശമനമുണ്ട് എന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരണ്യയിലേക്ക് വരാം, തുടരുക. ഡാനി പോൾ കൂടിയുണ്ട്. ഡാനി, കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? കൊച്ചിയിലും എറണാകുളത്തും ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ കുടചൂടി നിൽക്കേണ്ട സാഹചര്യം ഡാനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ അറിയാം, അവിടെ പുറത്താണ് നിൽക്കുന്നത്. എങ്ങനെയാണ് മഴ? രാവിലെ കാര്യമായി ഇല്ല എങ്കിൽ പോലും രാത്രിയിൽ ശക്തമായി പെയ്തിരുന്നോ? രഞ്ജിത്ത, രാവിലെ മഴ കുറവാണ്. പക്ഷേ ഇന്നലെ രാത്രിയെല്ലാം തന്നെ മഴ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിച്ചു. ഇന്നും മഴയ്ക്കുള്ളൊരു വലിയ സജീവ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോഴും മഴ ഒന്ന് കുറഞ്ഞ് രാവിലെ മുതൽ, പുലർച്ചെ മുതൽ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും മഴ ഒഴിഞ്ഞൊരു അന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ തുള്ളിയെടുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഏതു സമയവും കനത്ത ഒരു മഴ പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പൊതുവിലുള്ള ഒരു പ്രതീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മഴ അത് പല മേഖലകളിലും, ജില്ലയുടെ പല മേഖലകളിലും ദുരിതം വിധിച്ചിട്ടുണ്ട്. സാധാരണ കൊച്ചി നഗരത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ സമയത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. കാരണം ഇതിനെ ഒരു മഴയ്ക്ക് തുടർച്ചയായി പെയ്യാതെ തന്നെ അതിന് ചില ഇടവേളകൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം നഗരത്തിനുണ്ട്. വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് നഗരത്തിനകത്ത് ഉണ്ടായിട്ടില്ല. കാരണം ശുചീകരണ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം കൊണ്ട് വലിയ രീതിയിലൊരു വെള്ളക്കെട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ കാര്യമായ രീതിയിൽ മഴ ബാധിച്ചിട്ടുണ്ട്. പലയിടത്തും തന്നെയും ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അത്
ചേന്നമംഗലം അതോടൊപ്പം തന്നെ കുന്നത്തുനാട് താലൂക്കിൻ്റെ പ്രദേശങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ ഇവിടങ്ങളിൽ 4ഓളം വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയും ആളപായങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒപ്പം കാക്കനാട് കീരേലി മലയ്ക്ക് സമീപം അവിടെ നിന്ന് 20ഓളം കുടുംബങ്ങളെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ വർഷവും ഇത് മണ്ണിടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പുനരധിവാസ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഇടയ്ക്കെല്ലാം തന്നെ മഴ വില്ലനാകുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പ് എറണാകുളം ജില്ലയിൽ തുറന്നിട്ടുള്ളത് അവിടെയാണ്. അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ കണ്ണമാലിയിലെല്ലാം കടലാക്രമണം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും രൂക്ഷമായി ഇപ്പോൾ അനുഭവപ്പെടുന്നത് വൈപ്പിൻ മേഖലയിലാണ്. വൈപ്പിൻ നായരമ്പലം എടവനക്കാട് മേഖലകളിലെല്ലാം തന്നെയും രൂക്ഷമായ രീതിയിൽ ഇന്നലെ കടലേറ്റമുണ്ടായിരുന്നു. താൽക്കാലികമായെങ്കിലും ചിലരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം വന്നു. അതിനെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം അത്തരം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വേലിയേറ്റം അനുഭവപ്പെടുമ്പോൾ ഈ കടലാക്രമണം വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. കാരണം അവിടെയെങ്ങും കടൽ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അത് മണൽ വാടകൾ കോരിയാണ് അവിടെ ഭിത്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം തകർന്ന് തീരത്തേക്ക് വളരെ രൂക്ഷതയോടുകൂടി തിര വരുന്നൊരവസ്ഥയാണ്. പലരെയും തന്നെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു താൽക്കാലികമായിട്ട്. ഒപ്പം ഇന്നലെ ഒരു സ്കൂൾ ബസ്സിൻ്റെ ചക്രങ്ങൾ ഇതിൽ വഴിയിൽ പുതഞ്ഞ മണ്ണിലേക്ക് പുതഞ്ഞു പോകുന്ന ഒരവസ്ഥ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം ബുദ്ധിമുട്ടുകൾ തീരമേഖലകളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും മഴ മുന്നറിയിപ്പ് വളരെ ശക്തമായിട്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഇന്ന് ജില്ലയിൽ സ്കൂളുകൾക്ക് വിദ്യാലയങ്ങൾക്കും അതോടൊപ്പം മറ്റ് സ്ഥാപനങ്ങൾക്കുമെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ എല്ലാം ജില്ലയുടെ പരിധിയിൽ തന്നെ തുടരുന്നു. മറ്റ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മഴയ്ക്കുള്ളൊരു സജീവ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, ഡാനി തുടരുക. ശരണ്യയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ശരണ്യ, ഈ കൊച്ചിയിലെ തീരദേശ മേഖലയുടെ കാര്യം പറഞ്ഞു ഡാനി. ചെല്ലാനം പോലെയുള്ള സ്ഥലങ്ങളിൽ, കണ്ണമാലി പോലുള്ള സ്ഥലങ്ങളിൽ കടലാക്രമണം ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആലപ്പുഴയിലെ ഒരു സാഹചര്യം? ആലപ്പുഴയുടെയും തീരപ്രദേശങ്ങളിൽ കടലാക്രമണമുണ്ടോ? ഇന്ന് കേരളമൊട്ടാകെ മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ട്. ശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ആ മേഖലകളിലുണ്ടോ? രഞ്ജിത്ത്, ആലപ്പുഴയുടെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ജൂൺ ജൂലൈ ഒക്കെ കടലാക്രമണം രൂക്ഷമാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ മഴ കൂടി കനത്തതോടെ ആലപ്പുഴയുടെ തീരദേശ മേഖലകളിൽ കനത്ത കടൽക്ഷോഭത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടക്കം എന്നോണം തൃക്കുന്നപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകളിൽ അത്തരത്തിൽ കടൽ കയറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും റോഡ് കരകവിഞ്ഞ്, നമുക്ക് അറിയാലോ തീരദേശ തൃക്കുന്നപ്പുഴയും ഒപ്പം തന്നെ വലിയഴിക്കൽ വരെയുള്ള തീരദേശ റോഡിലേക്ക് ജലം കരകവിഞ്ഞ് കടലിൽ ജലം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അടിച്ചു കയറുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും കെട്ടിടങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ അതായത് റോഡിന് പടിഞ്ഞാറ് വശമുള്ള കെട്ടിടങ്ങൾക്ക് അപകടകരമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതിഷേധം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ജിയോ ബാഗുകൾ ഉപയോഗിച്ച് കടലാക്രമണം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അത് പൂർണ്ണമായ തോതിൽ ചെയ്യാനോ അത് വിജയിപ്പിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ, അതായത് മഴയുടെ തുടക്കത്തിൽ തന്നെ ആ മേഖലയിലേക്ക് കടൽ കരകവിഞ്ഞ് കയറുന്ന ഒരു സാഹചര്യം ഉള്ളത്. അത്തരത്തിൽ തൃക്കുന്നപ്പുഴ അടക്കമുള്ള മേഖലകളിൽ പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ചേർത്തലയിലെ പടിഞ്ഞാറൻ മേഖലകളിലും പലയിടങ്ങളിലും കടലാക്രമണമുണ്ട്. വാടയ്ക്കൽ അടക്കമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിൽ മണൽത്തിട്ട ഇടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കടൽ കയറ്റത്തെ തുടർന്ന് അത്തരത്തിൽ പലയിടങ്ങളിലും കടലാക്രമണം അതിന്റെ രൂക്ഷതയിലേക്ക് പതുക്കെ എത്തി തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മഴ കൂടി കടക്കുന്നതോടെയാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. കാരണം ഒന്ന്, ഇത്തരത്തിൽ വലിയ ശക്തമായ കാറ്റിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ അവധിക്കാല സമയങ്ങളിലൊന്നും തന്നെ അവർക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ ഒരു തുടർച്ച തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീരദേശ മേഖലകൾ
ആകെ ഒരു വറുതിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തിന് നല്ല വില കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മത്സ്യലഭ്യത കുറയുന്നത് കൊണ്ട് തന്നെ വില കൂടുന്ന സാഹചര്യമുണ്ട്. കടലിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഇന്നും ഇപ്പോൾ നല്ല കനത്ത കാറ്റ് ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ കാറ്റിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കടലാക്രമണം ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്ന തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള തീരദേശ മേഖലകളിൽ കടലിന്റെ പ്രശ്നം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് കടൽ ഓര മേഖലകളിലെ സാഹചര്യം അങ്ങനെയാണ്. മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ട്. ഇന്ന് നമുക്കറിയാം ട്രോളിംഗ് നിരോധന കാലം കൂടിയാണ്. അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന തീരദേശ മേഖലയ്ക്ക് ഈ ശക്തമായ മഴ അത് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി കടക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഡാനി, നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്, നമുക്കറിയാം കൊച്ചിയിലെ പ്രധാന പ്രശ്നം വെള്ളക്കെട്ടും മാലിന്യ പ്രശ്നവും ഒക്കെയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഒരു DLF ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ മലിനീകരണ പ്രശ്നം, അതിനുശേഷമുണ്ടായ ആരോഗ്യ വിഷയങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സ്വാഭാവികമായും കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം, കുടിവെള്ളത്തിലടക്കം എടുക്കേണ്ട സാഹചര്യം കൊച്ചിയിലുണ്ട്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ വിജയകരമായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈ വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളായിരുന്നു, വെള്ളക്കെട്ടായിരുന്നു, ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമുള്ള അവസ്ഥയായിരുന്നു. അതിനൊക്കെ ഈ മഴക്കാലത്ത് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ, അതോ പഴയപടി തന്നെ കാര്യങ്ങൾ തുടരുകയാണോ? രഞ്ജിത്ത്, കുറേയധികം മാറ്റം ഇക്കാലത്ത് ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ബ്രഹ്മപുരം പ്ലാന്റ്, മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്, അത് കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കത്തിന് എവിടെയും കാര്യമായ രീതിയിലൊരു തടസ്സം എവിടെയും തന്നെ നേരിടുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ മാലിന്യ നീക്കം നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ തവണയെല്ലാം തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ച് ശരിയാണ്. കാരണം വലിയ രീതിയിലത് വൈഷമ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇക്കുറി അത് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാലിന്യ നീക്കം സുഗമമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ കുടിവെള്ള പ്രശ്നം, അത് നേരത്തെ പറഞ്ഞ ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന വിഷയങ്ങൾ, അത് കാര്യമായിട്ട് തന്നെ തുടക്കത്തിൽ അത് ആരോഗ്യവകുപ്പ് കണക്കിലെടുത്തിരുന്നു. കാരണം ഇത്തരം സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്ന വെള്ളം, അതിൻ്റെ ഒരു ഗുണനിലവാരം, അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്ത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാം തന്നെ നിരീക്ഷണം ഇത്തരം ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും എല്ലാം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് പകർച്ചവ്യാധികൾക്കെല്ലാം തന്നെ വലിയ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഹോട്ടലുകളിലടക്കം ആ പരിശോധന നടക്കുന്നുണ്ട്. ആ കുടിവെള്ളത്തിലൂടെ തന്നെയാണ് പലപ്പോഴും പകർച്ചവ്യാധികൾ എത്തുന്നത്. അതുകൊണ്ട് അത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു. കാരണം ഈ മഴക്കാലത്ത് എപ്പോഴും ആശങ്ക ഉണർത്തുന്നത്, അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയിലെ, കൊച്ചിയിലെ തന്നെയും എങ്ങനെയാണ് മഴ ബാധിച്ചിരിക്കുന്നത് അറിയുന്ന പെരിയാറിലൊരു ജലവിധാനം കണക്കിലെടുത്തുകൊണ്ട് പെരിയാറിലെ ജലവിധാനം ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും മാറിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായിട്ട് തന്നെ തുടരുന്നു. അത് ഇടുക്കി പോലുള്ള ഇടങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നതനുസരിച്ചാണ് നീരൊഴുക്ക് പെരിയാറിലേക്ക് വളരെ അതിശക്തമാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നത്. നീരൊഴുക്ക് ഉണ്ടെങ്കിൽ കൂടിയും പെരിയാറിലെ ജലവിധാനത്തിൽ കാര്യമായ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. എങ്കിലും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. ഒപ്പം മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതുകൊണ്ട് തന്നെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പെരിയാറിൽ വലിയ രീതിയിൽ, പെരിയാറിൻ്റെ തീരത്ത് വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകുന്നില്ല. കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു എന്നതാണെങ്കിലും ജില്ലയുടെ മറ്റിടങ്ങളിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറവൂര്, അതോടൊപ്പം തന്നെ കുന്നത്താട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. വീടുകൾക്ക് മുകളിലേക്ക് മരം വീണതടക്കമുള്ള കാറ്റിലും മറ്റും മരം വീഴുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തീരമേഖലയിലുള്ള കടലാക്രമണവും രൂക്ഷമാണ്. ഇന്ന് എടവനക്കാട് ജനങ്ങൾ അത് റോഡ് ഉപരോധിക്കും, നടപടികളില്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുമെന്ന ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഇതാണ് കൊച്ചിയിലെയും ആലപ്പുഴയിലെയും സാഹചര്യം. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. കോഴിക്കോട്ട് MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇന്ന് ഈ അവധി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും തെക്കൻ ജില്ലകളിൽ, വയനാട്ടിലുണ്ട്, തെക്കൻ ജില്ലകളിൽ, മധ്യ കേരളത്തിലും മറ്റുമാണ്. കോഴിക്കോട്ട് അല്ലെങ്കിൽ മലബാർ മേഖലയിലൊന്നും അവധി പ്രഖ്യാപനമില്ല. പക്ഷേ എങ്ങനെയാണ്, മഴയ്ക്ക് ശമനമുണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ? വടക്കൻ ജില്ലകളിലൊക്കെ ഇന്നലെ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്?
രഞ്ജിത്ത്, ഇന്ന് താരതമ്യേന ശാന്തമെന്ന് പറയാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി തോരാ മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം വടക്കൻ മേഖലകളിൽ പൊതുവെയും. എന്നാൽ ഇന്ന് രാവിലെ ഏതാണ്ട് അർദ്ധരാത്രി മുതൽ മഴയ്ക്ക് ശമനമുണ്ടായിരിക്കുന്നു എന്നതാണ് ആശ്വാസമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് മഴയുടെ ഒരു വിലയിരുത്തലുകൾ നടത്തിയാണ് വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാതിരുന്നത്. എന്തായാലും രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ജില്ലയുടെ പലയിടങ്ങളിലും ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസവും ഏറ്റവും അധികം മഴ പെയ്തത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ ശക്തമായ ഇടിമിന്നലും കാറ്റും ഒരു ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടായിരുന്നു. മഴ രാത്രിയിൽ ഏതാണ്ട് അർദ്ധരാത്രി വരെ തുടരുകയും ചെയ്തിരുന്നു. പലയിടങ്ങളിലും ചെറിയ നാശനഷ്ടങ്ങളും മഴയിൽ ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വീടുകളും മതിലുകളും ഒക്കെ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മഴ കഴിഞ്ഞ രാത്രി പൂർണ്ണമായി പെയ്തപ്പോൾ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പല തോടുകളും ഏതാണ്ട് നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പൂനൂർ പുഴ, മുത്തപ്പൻ പുഴ, ചാലിയാർ എന്നിവ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു. കുറ്റ്യാടി മേഖലയിലാണ് മഴ കാര്യമായി തന്നെ കഴിഞ്ഞ 2 ദിവസം പെയ്തിരുന്നത്. തൊട്ടിൽപ്പാലം പുഴയിൽ, കുറ്റ്യാടി മേഖലയിലെ കനത്ത മഴയെ തുടർന്ന് തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ചെറിയ കുമ്പളം കട്ടംകോട് റോഡിൽ മരം പുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പയ്യോളി ദേശീയപാതയിലും ഏതാണ്ട് വെള്ളക്കെട്ട്, ദേശീയപാതയിലും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളത്തിനടിയിലായി. ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം ആ വഴിയിൽ കൂടി സ്തംഭിക്കുകയും ചെയ്തു. ഒപ്പം ഇരുവരിഞ്ഞി പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. കുറ്റ്യാടി പുഴയിൽ 2ഇടത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. അവ പിന്നീട് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. നാദാപുരത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് കാര്യമായ നാശനഷ്ടമുണ്ടായി. കാവിലുംപാറ ചുരം റോഡിലെ ചുങ്കംകുറ്റി 4-ാം വളവ് ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡുകാർ എത്തി ഈ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്തായാലും വരും മണിക്കൂറുകളിലും കാര്യമായി മഴ പെയ്യുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ജില്ലയിലും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡൽ ടൂറിസം സെന്ററുകളായ KCBയുടെ ഉടമസ്ഥയിലുള്ള കക്കയം ഹൈഡൽ ടൂറിസം സെന്റർ, വനവകുപ്പിന്റെ ഭാഗമായുള്ള കക്കയത്തെ ഇക്കോ ടൂറിസം സെന്റർ, കരിയത്തുപാറ ടൂറിസ്റ്റ് കേന്ദ്രം എന്നിവ അടച്ചിട്ടിരിക്കുകയാണ്. കല്ലനോട് തോണിക്കടവ് ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കരിയത്തുപാറ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നുമില്ല. കക്കയം ഉരക്കുഴി മേഖലയിലെ ടൂറിസം സെന്ററിലും ഈ വിനോദസഞ്ചാരികളെ പൂർണ്ണമായി നിരോധിച്ചിരുന്നു. ഖനനമടക്കമുള്ള കാര്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തീരപ്രദേശങ്ങളിലും വലിയ ജാഗ്രത പുലർത്തുന്നു. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വലിയ കടലാക്രമണം ജില്ലയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്കും ഇതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഈ മഴ ആരംഭിച്ച ശേഷം 342.11 മില്ലിലിറ്റർ മഴയാണ് ജില്ലയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ജാഗ്രത നൽകുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിവരം. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ മഴ കെടുതികൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഇപ്പം നമ്മുടെ 3 ജില്ലകളിലും ലഭിക്കുന്ന വിവരം രാവിലെ കാര്യമായ മഴയില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഇടവേള ആയിരിക്കാം. ഇടവേളയ്ക്ക് ശേഷം മഴയ്ക്കുള്ള ശക്തമായ സാഹചര്യമുണ്ട്. കാരണം വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപന പ്രകാരമുള്ള അവധികൾ നൽകിയിട്ടുണ്ട്. നമ്മോടൊപ്പം വീണ്ടും വിവിധ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട്. ശരണ്യ, ഇത് ഇപ്പോൾ ഈ നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ അല്ലേ? സാധാരണ നമ്മുടെ ആലപ്പുഴ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും മറ്റും ക്യാമ്പുകൾ തുറക്കുകയും ജില്ലാ ഭരണകൂടം അതനുസരിച്ച് ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. മഴ ശക്തമായാൽ അതിനുള്ള ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തേണ്ടി വരും. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയങ്ങളിലൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ കാര്യമായി ഉണ്ടായിരുന്നു. ഇത്തവണ അല്പമൊന്ന് മഴയുടെ ഒരു വൈകലുണ്ട്. ഈ തുടക്കത്തിലെ വേനൽ മഴയുടെ ഒരു വലിയ കാഠിന്യത്തിന് ശേഷം ഇത്രയും നാളെ വൈകിയതിനു ശേഷമാണ് ശക്തമായി കാലവർഷം പെയ്ത് തുടങ്ങിയത്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ ആരംഭിച്ചു കാണും അല്ലേ? രഞ്ജിത്ത്, കുട്ടനാടിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ചിലയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സ്വാഭാവികമായും സാധാരണ മഴയ്ക്ക് തന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അത്തരത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ. പക്ഷേ നമുക്കറിയാം ഈ കഴിഞ്ഞ മഴയെ സംബന്ധിച്ചിടത്തോളം വേനലവധിക്ക് വന്ന മഴ അത് നല്ല കടുത്ത രീതിയിലുള്ള ഒരു മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കുന്ന ഒരു ഘട്ടം ഈ മഴയ്ക്ക് മൺസൂണിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ മൺസൂൺ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര കടുത്ത ഒരു മഴയിലേക്ക് ഇതുവരെ ആലപ്പുഴ ജില്ല കടന്നിട്ടില്ല. അങ്ങനെ ഒരു
ഇന്നിപ്പോ ഗ്രീൻ അലർട്ടാണ് ജില്ലയിലുള്ളത്. അലർട്ട് ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഇന്നലെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടങ്ങളാണ് എല്ലാവരെയും ഭീതിയിലാഴ്ത്തുന്നത്. നമ്മൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞല്ലോ. ഇന്നലെ ആ ഒരു ഫയാസിന്റെ മരണവും ട്യൂഷന് പോയി മടങ്ങി വന്ന കുട്ടിയാണ് അത്തരത്തിൽ മതില് ഇടിഞ്ഞു വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രക്ഷകർത്താക്കളുടെയും ഒക്കെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യവും അപകടകരമായ സഞ്ചാരവും ഒക്കെ കണക്കിലെടുത്ത് തന്നെ പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഒഴുക്കുണ്ടല്ലോ, ആറുകളിലും ഒക്കെ നല്ല ഒഴുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ കടന്നു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അപകടകരവും ശ്രമകരവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടനാട് താലൂക്കിൽ ആദ്യം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് ചേർത്തലയിലേക്കും ആലപ്പുഴയിൽ വൈകിട്ട് 7 മണിയോടുകൂടി ആണ് ഈ കുട്ടിയുടെ മരണമൊക്കെ ഉണ്ടാകുന്നത്. അതോടുകൂടി ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ അത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. കുട്ടികളുടെ സഞ്ചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും അവർ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ജില്ലയിൽ അത്ര കണ്ട മറ്റ് എല്ലായിടങ്ങളിലും അതായത് മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്നുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. സാധാരണഗതിയിൽ മഴ പെയ്താൽ നേരിയ മഴ പെയ്താൽ പോലും കുഴപ്പമുണ്ടാകുന്ന മേഖലകളിൽ 1-2 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ കിഴക്കൻ വെള്ളത്തിന്റെ ഒരു ഒഴുക്കിനനുസരിച്ചാണ് ഈ ക്യാമ്പുകളും പ്രദേശങ്ങളിൽ വെള്ളം ഉയരുകയൊക്കെ ചെയ്യുന്നത്. തലവടി അടക്കമുള്ള മേഖലകളിൽ നമ്മൾ രാവിലെ ബന്ധപ്പെട്ടപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അവിടെയാണ് ആദ്യം പലപ്പോഴും ആ മേഖലകൾ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലാണ് ആദ്യം വെള്ളം കയറുന്നത്. മറ്റൊന്ന് കൈനഗിരിയാണ്. അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ജലാശയങ്ങൾ കരകവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പരമാവധി പാടശേഖരങ്ങളിലൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇത് രൂക്ഷതയിലേക്ക് എത്തുക. തുടക്കം മുതൽ തന്നെ അതായത് ഈ മൺസൂണിന്റെ തുടക്കം മുതൽ തന്നെ അത്ര കണ്ട ഒരു വലിയ മഴ ആലപ്പുഴയിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടുള്ള മഴ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് രൂക്ഷമായ രീതിയിൽ ഒരു മഴ. പക്ഷെ ഇന്നലെ വൈകിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഒരു രൂക്ഷതയിലേക്ക് അത്ര കണ്ട് രൂക്ഷതയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങൾ മഴ കനക്കുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മാസം ഏറ്റവും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കടലാക്രമണ മേഖലകളിൽ തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അപ്പർ കുട്ടനാട്ടിലെ ചില സ്കൂളുകളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് ആലപ്പുഴ ജില്ലയിലെ സാഹചര്യം. ഏതായാലും മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 28-ാം തീയതി MG യൂണിവേഴ്സിറ്റി നടത്താനിരുന്ന ചില പരീക്ഷകൾ MG യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് നൽകുന്നുണ്ട്. അതേസമയം ഇന്നത്തെ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ഇന്നിപ്പോൾ രാവിലത്തെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് മഴയുടെ കുറവാണ്. ഡാനി, നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് അരമണിക്കൂറായി. ഇപ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണല്ലോ അല്ലേ? മഴയൊന്നും കാര്യമായി പെയ്യുന്നില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലും സമാനമായി തന്നെയല്ലേ? ഒരു ആശ്വാസകരമായ കാലാവസ്ഥ അവധി പ്രഖ്യാപിച്ച ഈ ദിവസം എറണാകുളത്തുണ്ടെന്ന് കരുതാമോ ഈ ഘട്ടത്തിലെങ്കിലും? ഈ സമയം വരെയും അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല രഞ്ജിത്ത്. കാരണം വലിയ രീതിയിലേക്ക് മഴ വന്നിട്ടില്ല. ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വലിയ ഒരു മഴയിലേക്കൊന്നും ആ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ നമ്മൾ കരുതിയിരിക്കേണ്ട ഒരിടം എന്ന് പറയുന്നത് ഇവിടമാണ്, ഈ തീരദേശ മേഖലകളിലാണ്. തീരദേശ മേഖലകളിൽ കാര്യമായ വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം കടലാക്രമണം വളരെ രൂക്ഷമായ ഒരു അന്തരീക്ഷമാണ് വൈപ്പിൻ എടവനക്കാട് മേഖലകളിൽ ഉള്ളതെന്നാണ് അവിടേക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു അന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമാകുക, വിഷയങ്ങൾ സൃഷ്ടിക്കുക, അതെല്ലാം അവിടെ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരിടങ്ങൾ ഈ തീരദേശ മേഖലകൾ തന്നെ ആയിരിക്കുമെന്നാണ് നിലവിലെ ഒരു അന്തരീക്ഷത്തിലുള്ളത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ മഴ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, പ്രത്യേകിച്ച് നഗരത്തിനകത്തും പുറത്തുമായി വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എടവനക്കാട്, അണിയൽ ബസാർ, അതോടൊപ്പം തന്നെ നായരമ്പലം തുടങ്ങിയിടങ്ങളിലെല്ലാം കടലാക്രമണം അതിൻ്റെ മുഴുവൻ വന്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളും വരും മണിക്കൂറുകൾ അവിടെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അവർ റോഡ് ഉപരോധിക്കും എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീരമേഖലകളിൽ കാര്യമായ വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കടലാക്രമണം മൂലമാണ്. അത് വിഷയങ്ങൾ ചെറുതല്ല, വളരെ പെട്ടെന്ന് പരിഹരിക്കാനും കഴിയുന്നതല്ല. കടൽഭിത്തി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതാണ്. അത് ആ രീതിയിൽ മാത്രമേ അവർക്ക് അവിടെ സ്വസ്ഥമായി കഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതുകൊണ്ടുണ്ടാകുന്ന കടലാക്രമണം മൂലം ഒരുപക്ഷെ വീടുകളിലുള്ള റോഡും എല്ലാം തന്നെ നിറയുന്നൊരവസ്ഥയുണ്ട്. വീടുകളിൽ വെള്ളം കയറാം, അവരെ മാറ്റിപ്പാർപ്പിക്കും. അതാണ് അവിടെ കൂടുതൽ കരുതലോടെ ജില്ലാ ഭരണകൂടം അടക്കം അവിടെ ഇടപെടുന്നുണ്ട്. മറ്റിടങ്ങളിൽ സാധാരണ ഒറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന ഒരു നഗരമായിട്ട് കൊച്ചി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ നമ്മൾ മഴ കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ നഗരത്തിനകത്ത് കേന്ദ്രീകൃതമായിട്ട് വലിയ രീതിയിലേക്ക് മഴ ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 2 തവണയും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് കൊച്ചി നഗരത്തിൽ പ്രത്യേക ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു മേഘവിസ്ഫോടനത്തിന് സമാനമായ രീതിയിൽ മഴയുണ്ടായതുകൊണ്ടാണ്, മഴയുടെ അളവ് കൂടിയതുകൊണ്ടാണ് അങ്ങനെ അതിരൂക്ഷമായ രീതിയിലേക്ക് പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ ഏതായാലുമില്ല. മഴ ഉണ്ട്, പലയിടങ്ങളിലായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. അതിന് കൃത്യമായൊരു ഇടവേളകൾ ലഭിക്കുന്നതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് കൊച്ചി നഗരം. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ കുടയെടുക്കേണ്ട ഒരു ആവശ്യം കഴിഞ്ഞ അരമണിക്കൂറിലായിട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു 5 മണി മുതൽ തന്നെ ഏതാണ്ട് ഇതേ ഒരു അന്തരീക്ഷത്തിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഇടവേളകൾ ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം ലഭിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിലാണെങ്കിൽ ഓടകളെല്ലാം കഴിഞ്ഞ തവണ ഹൈക്കോടതി അടക്കം ഇടപെട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴുക്ക് സുഗമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ വാഹിനി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി മൂലം ജില്ലയിലെ കടന്നു പോകുന്ന പുഴകൾ, അതിൻ്റെ ഒരു കണക്ടിവിറ്റി അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിലേക്ക് കൂട്ടിമുട്ടുന്ന മുട്ടാർ പുഴയും എടപ്പള്ളിത്തോടും ചങ്ങാടപ്പൊക്കത്തോടും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്, പേരണ്ടൂർ കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി മഴവെള്ളം വലിയ രീതിയിൽ വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, അത് ഒഴുകിപ്പോകാവുന്ന രീതിയിലുള്ള കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം ഒരുപക്ഷെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. ഏതാണ് കൊച്ചിയിലെ സാഹചര്യമായി ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് 3 ദിവസം കൂടി കാലവർഷം അതിശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയത്തേക്ക് പോയാൽ അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുള്ളതിനാൽ ക്യാമ്പുകൾ സജ്ജമാക്കാൻ തഹസിൽദാർ നിർദ്ദേശിച്ച വിവരങ്ങളുണ്ട്. കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റാൻ നിർദ്ദേശമുണ്ട്. ഈ കേന്ദ്ര ജല കമ്മീഷന്റെ മാടമൺ, ഐരൂർ, കുരുടാമണ്ണിൽ എന്നിവിടങ്ങളിൽ കണക്കനുസരിച്ച് പമ്പാ നദിയിലെ ജലനിരപ്പ് അപകട മേഖല കടന്നു എന്നുള്ള വിവരമുണ്ട്. കല്ലൂപ്പാറയിലെ കണക്കനുസരിച്ച് മണിമല ആറ്റിലെ ജലനിരപ്പും അപകട മേഖലയ്ക്കും മുകളിലാണ്. 2 നദികളിലും കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. കോട്ടയം കുമരകം റോഡിൽ താഴത്തങ്ങാടി ഭാഗത്തൊക്കെ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അങ്ങനെ വിവരങ്ങളുണ്ട്. നമ്മോടൊപ്പം ജി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് ശക്തമായ മഴ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ആദ്യം അവധി പ്രഖ്യാപിച്ച ജില്ലകളിലൊന്നാണ് കോട്ടയം, പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം. എന്താണ് രാവിലത്തെ സാഹചര്യം? രാവിലെ ഒരല്പം മഴ മാറി നിൽക്കുകയാണ് രഞ്ജിത്ത്. കഴിഞ്ഞ 3 ദിവസമായി കോട്ടയത്ത് മഴയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് തോരാതെ നിൽക്കുന്ന മഴയുണ്ട് എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് അത് ചാറ്റൽ മഴയായി മാറുന്നു. മഴ അങ്ങനെ പൂർണ്ണമായും മാറി നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെ ആശങ്ക. ജില്ലയിൽ എന്തായാലും കോടൂരാറ്റിലാണ് അല്പം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. മറ്റു പലയിടത്തും മുന്നറിയിപ്പ് നിലയിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. മണിമലയാറ്റിലും മുന്നറിയിപ്പ് നിലയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അപകടനില തരണം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. വിജയപുരത്ത് ഒരു കുടുംബത്തിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഇന്നലെ കുമരകം റോഡിൽ മറ്റും അതിശക്തമായ കാറ്റാണുള്ളത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ അടക്കം നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ വീഴുന്ന കാഴ്ച പോലും പുറത്ത് വന്നിരുന്നു. എന്തായാലും ഈ കാറ്റാണ് ഇന്നലെയും ഒക്കെയും വലിയ വില്ലനായി നിൽക്കുന്ന. പലയിടത്തും മരങ്ങൾ റോഡിലേക്കും വീടുകൾക്ക് മുകളിലേക്കുമൊക്കെ ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ മലയോര മേഖലയിൽ ഉണ്ട്. അതും ഒരു ആശങ്കയായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നിലവിൽ അവധിയാണ്. MG സർവകലാശാല പരീക്ഷകളും 28 ഇന്നത്തെ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 28ന്റെ പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 28നാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. അത് മാറ്റിവെക്കാൻ MG സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം വിവരങ്ങളാണ് നിലവിൽ ഉള്ളത്. നിലവിൽ എവിടെയും മറ്റ് അപകടങ്ങൾ ആ നിലയിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും 9 ജില്ലകളിൽ ദുരന്ത നിവാരണ സേന എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി
ഈ അപകടങ്ങൾ മുൻകരുതലായി 9 ജില്ലകളിൽ ദുരന്ത നിവാരണ സേന എത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകണം. ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം രേഖപ്പെടുത്തിയ, ഒരുപക്ഷെ മഴക്കെടുതി അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. കഴിഞ്ഞ 2 ദിവസമായി ഒരുപാട് വാർത്തകൾ ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പ്രിൻസ് അവിടെയുണ്ട്. പ്രിൻസ്, ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? ഡാമുകളിലെ ജലനിരപ്പൊക്കെ എങ്ങനെയാണ്? കൂടുതൽ ഡാമുകൾ തുറന്നുവിടുന്ന സാഹചര്യമുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? ഇത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം. കഴിഞ്ഞ രാത്രിയിൽ വലിയ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം മഴയ്ക്ക് കഴിഞ്ഞ രാത്രി നേരെ ശമനമുണ്ട്. ഇപ്പോഴും വലിയ തോതിലുള്ള ഒരു മഴ ഇടുക്കിയിൽ പെയ്യുന്നില്ല. വലിയ ആശ്വാസകരമാണെങ്കിലും മഴ മാറിയൊരു സാഹചര്യമല്ല. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നിലവിൽ കല്ലാർകുട്ടി അടക്കമുള്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. കല്ലാർകുട്ടിയും മലങ്കരയും പോലുള്ള ഡാമുകൾ, ഹെഡ്വർക്സും പോലെയുള്ള ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. എങ്കിലും മറ്റു ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇരട്ടയാറോ മറ്റു ചെറുകിട ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും പൊന്മുടിയിലും ഒക്കെ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യങ്ങളില്ല. അപ്പം മറ്റ് ജില്ലയിൽ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഗ്യാപ് റോഡിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ, രാത്രികാല നിയന്ത്രണം നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ കഴിഞ്ഞ രാത്രിയിലും മലയോര മേഖലയിലുള്ള ഗതാഗതത്തിലും കഴിഞ്ഞ രാത്രിയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നും എന്തായാലും ജില്ലാ ഭരണകൂടം ശക്തമാണ്. മൂന്നാറിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പോഴും തുടരുന്നു. മറ്റ് മേഖലകളിൽ ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ 6 ജില്ലകളിലാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ലൈവിന് താഴെ, യൂട്യൂബ് ലൈവിന് താഴെ ഒരുപാട് പ്രേക്ഷകർ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ണൂരിന് അവധി വേണമെന്ന് ഋഷി ആവശ്യപ്പെടുന്നുണ്ട്. കണ്ണൂരിന് ലീവ് ഉണ്ടോ എന്ന് അഭയ അടക്കം ചോദിക്കുന്നുണ്ട്. കണ്ണൂരിന് അവധിയില്ല. ഒപ്പം കാസർഗോഡിന് അവധി വേണമെന്ന് രൂപ കിരണ ആവശ്യപ്പെടുന്നുണ്ട്. പാലക്കാടിന് അവധി വേണം, കാസർഗോഡിന് അവധി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തിരുവനന്തപുരത്ത് അടക്കം അവധിയുണ്ട്. തിരുവനന്തപുരത്തടക്കം അവധി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമുണ്ട്. മലപ്പുറം പൊന്നാനി താലൂക്കിൽ നല്ല മഴയുണ്ട് എന്ന് അർജുൻ നമ്മളോട് പറയുന്നുണ്ട്. കൊല്ലത്ത് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കൊല്ലത്ത് അവധി വേണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. അഖിലാണ് കൊല്ലത്ത് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡും കൊല്ലത്തുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ യൂട്യൂബ് ലൈവിന് താഴെ വന്നിട്ട് അവധി വേണമെന്ന്. ഇന്നലെ ആലപ്പുഴ കളക്ടറുടെ പോസ്റ്റ് ആദ്യം നമ്മൾ കണ്ടതാണ്. ചേർത്തലയിലും കുട്ടനാട് താലൂക്കിലും മാത്രമായിരുന്നു അവധി. ആലപ്പുഴ കളക്ടറുടെ പോസ്റ്റിന് താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് മൊത്തം അവധി വേണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്, വെള്ളക്കെട്ടുണ്ട് പല സ്ഥലങ്ങളിലും എന്ന് ആവശ്യപ്പെട്ടു. രാത്രി വൈകിയാണെങ്കിലും കളക്ടർ അവധി പ്രഖ്യാപിച്ച സാഹചര്യമൊക്കെ ചേർത്ത് നിർത്തുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ നമുക്കിനി പോകേണ്ടത് പത്തനംതിട്ടയിലേക്കാണ്. ശശിനാരായണൻ ഉണ്ട് പത്തനംതിട്ട. ചേരാനൻ, നദികളിലടക്കം ജലം ഉയരുന്നുണ്ട്. പമ്പയിൽ ജലവിധാനം ഇന്നലെ തന്നെ കാര്യമായി വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ജാഗ്രതകൾ, മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടോ പത്തനംതിട്ടയിൽ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉള്ളത്. പമ്പയിലും അച്ചൻകോവിലും ജലനിരപ്പ് ഇപ്പോൾ കാര്യമായ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലയിലാണ് പ്രധാനമായും ശബരിമല കാടുകളടക്കമുള്ള മേഖലകളിലും ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് മഴ ശക്തമായിട്ടുള്ളത്. റാന്നി അരയാഞ്ഞിലിമൽ കോസ്റ്റ് ഇന്നലെ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി മുങ്ങുകയും 200ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കുടുംബത്തെ മാത്രമാണ് ജില്ലയിൽ ഇതുവരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആകാശം മേഘാവൃതമാണ്. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ജില്ലാ ഭരണകൂടവും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി, 2ാം നമ്പർ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ തോതിൽ ചെറിയ സമയത്തിനുള്ളിൽ വലിയ തോതിൽ ലഭിക്കുന്ന മഴയാണ് ഉള്ളത്. രാവിലെ ഇപ്പോൾ മഴയില്ലെങ്കിലും മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. പക്ഷേ മലയോര മേഖലയിൽ മഴ ശക്തമായി ലഭിക്കുന്നുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാവും. ഈ കുട്ടവഞ്ചി സവാരി കേന്ദ്രം, അതുപോലെ തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്ര തുടങ്ങിയതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണ് യാത്ര തടസ്സമുണ്ടാകുക, അതുപോലെ തന്നെ മണ്ണിടിച്ചുണ്ടായിട്ട് ദുരന്തങ്ങൾ ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു യാത്രാ നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നദികളുടെ ജലനിരപ്പ് 2 ദിവസം കൊണ്ട് അച്ചൻകോല്, പമ്പ നദികളുടെ ജലനിരപ്പും കാര്യമായ രീതിയിൽ ഉയരുന്ന
ഒരു സാഹചര്യമുണ്ട്. കാരണം കിഴക്കൻ മലയോര മേഖല, അച്ചൻകോൽ പോലുള്ള കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായതും ഈ നദിയിലെ ജലനിരപ്പ് ഉയരാൻ കാര്യമായിട്ടുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ജില്ലയില്ല. അത്തരത്തിൽ മറ്റു തരത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷേ മണ്ണിടിച്ചില്, അതുപോലെ തന്നെ നദീതീരങ്ങളിൽ കോഴഞ്ചേരി, അതുപോലെ തന്നെ റാന്നി താലൂക്കുകളിലും അതുപോലെ തന്നെ ചെങ്ങന്നൂർ മേഖലയുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഈ പമ്പാ നദിയോട് ചേർന്ന് താമസിക്കുന്ന നദീ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും കൺട്രോൾ റൂമുകളും ജില്ലയിൽ സജ്ജമായിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ജില്ലാ ഭരണകൂട അറിയിപ്പ് പ്രകാരം ഒരു കുടുംബത്തെ മാത്രമാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഒരുപക്ഷെ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായി വരും. പക്ഷേ നിലവിലത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. മുൻകരുതലെല്ലാം ജില്ലയിൽ ശക്തമാണ്. മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകാനാണ് സാധ്യത. അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. തൃശൂർ ജില്ലയിലേക്ക് പോയാൽ അവിടെ തീരദേശ മേഖലയായ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, തളിക്കുളം, നാട്ടിക, ചാവക്കാട്, മുനക്കക്കടവ് തുടങ്ങിയ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം ശക്തമാണ് എന്ന വിവരം തൃശ്ശൂരിൽ നിന്നും നമ്മുടെ പ്രതിനിധി നൽകുന്നുണ്ട്. കടപ്പുറം പഞ്ചായത്തിലും ചാവക്കാട് ബീച്ചിലും കടൽക്ഷോഭം അതിരൂക്ഷമാണ് എന്നുള്ള വിവരമുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമാണ്. അവിടെ ഭിത്തികെട്ടി സംരക്ഷണം ഏർപ്പെടുത്തണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഒരുപാട് ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നേരത്തെ MS അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇരുവിഴഞ്ഞി പുഴയിലും ചെറുപുഴയിലും ഇന്നലെ ഉള്ളതുപോലെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്കിനി തിരുവനന്തപുരം ജില്ലയിലേക്കൊന്ന് പോകണം. തിരുവനന്തപുരത്ത് നിന്ന് MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മിഥുൻ, നമുക്കറിയാം സിറ്റിയിലും നമ്മുടെ ഓഫീസൊക്കെ നിൽക്കുന്ന കഴക്കൂട്ടം, ആക്കുളം മേഖലയിലുമൊക്കെ ശക്തമായ മഴ 2 ദിവസമായി ഉണ്ട്. തുടർച്ചയായ മഴയാണ്. അല്പം ഒരു ശമനം, ഇന്ന് രാവിലെ ചെറിയൊരു ശമനം ഉണ്ടായിരുന്നതിനപ്പുറം. പക്ഷേ അവധി പ്രഖ്യാപിക്കേണ്ട പശ്ചാത്തലമൊന്നുമില്ല. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അവസ്ഥ എന്താണ്? മറ്റ് വിവരങ്ങൾ എന്താണ്? മഴയുമായി ബന്ധപ്പെട്ട് പുതിയ മുന്നറിയിപ്പുകൾ വല്ലതുമുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ തെക്കൻ ജില്ലകളിലൊന്നും തന്നെ കാര്യമായ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 2 ജില്ലകളിൽ, അത് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും മാത്രമാണ് പുതിയ അലർട്ട് പ്രകാരം ഈ മുന്നറിയിപ്പുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും 2 ജില്ലകളിൽ, അതായത് വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ, തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ കാര്യമായ അലർട്ടുകളൊന്നും തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു അലർട്ട് പ്രകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി വലിയ രീതിയിലുള്ള മഴയായിരുന്നു തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. നമ്മൾ നേരത്തെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പല റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലായിരുന്നു. കൂടാതെ ഈ ഓടയുടെ നിർമ്മാണമൊക്കെ പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയാണ് തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രിമാർ, അതായത് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള മന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയതായിരുന്നു. അതായത് ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിരുന്ന ഒരു ഡേറ്റ് അത് ജൂൺ 15 ആയിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പ്രതിസന്ധിയിലായി തന്നെ തുടരുന്നു. അത് താളം തെറ്റി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മലയോര മേഖലയിൽ ഇപ്പോഴും ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. കൂടാതെ കരമനയാറൊക്കെ നിറഞ്ഞു കവിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. പേപ്പാർ ഡാം, ഒപ്പം തന്നെ നെയ്യാർ ഡാം, അരുവിക്കര ഡാം തുടങ്ങിയൊക്കെ അതിന്റെ ഷട്ടറുകൾ 1 സെന്റിമീറ്റർ ഉയരത്തിൽ പൊക്കി ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരമന ആറ്റിലും ഈ ആറുകളുടെ സമീപം താമസിക്കുന്ന ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലയിടങ്ങളിലും, ഈ മലയോര മേഖലയിലെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ ചില രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. പൊന്മുടി റൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെയൊക്കെ തന്നെ ചില ഈ ഒരു മരം കടപുഴകി വീണതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു. ചെറിയ ഇടങ്ങളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങൾ കൂടുതലുള്ള മേഖലയാണ്. അവിടെയൊക്കെ ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാന നഗരിയിൽ അതിരൂക്ഷമായിട്ടുള്ള, അതിശക്തമായിട്ടുള്ള
മഴയാണ് ലഭ്യമാകുന്നത്. പക്ഷേ കാര്യമായ അലർട്ടിലേക്ക് പോയില്ല. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നിലവിലെ സാഹചര്യത്തിൽ ഒരു അലർട്ടും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇനി 10 മണിയോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഇനി അലർട്ടുകൾ പുറത്തു വരേണ്ടതായിട്ടുള്ളത്. അതിൽ തെക്കൻ ജില്ലകളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഇനി കൂടുതൽ മഴ അലർട്ടുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ശാന്തമാണ്. രാവിലെ വലിയ രീതിയിൽ മഴ പെയ്തുവെങ്കിൽ പോലും തന്നെ ഇപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്ത് ശരണ്യ സ്നേഹലൻ, MS സനീഷ് കുമാർ, ഡാനി പോൾ, MG മിഥുൻ, ശശിനാരായണൻ, പ്രിൻസ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. विराजमान होना बहुत बड़ा दायित्व आपको मिला है और आपका 5 वर्ष का अनुभव और आपके साथ हम लोगों का 5 साल का अनुभव, हम सबका विश्वास है कि आप आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी. സർക്കാരിന് അധികാരമുണ്ടാകാം, എന്നാൽ പ്രതിപക്ഷവും ജനങ്ങളുടെ ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ സ്പീക്കറാണ് ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തിമ വിധികർത്താവ്. പ്രതിപക്ഷത്തെ സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുമെന്ന ഉറപ്പുണ്ടെന്നും രാഹുൽ. This house represents the voice of India's people, and you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP ആയ ഓം ബിർള 3ാം തവണയാണ് ലോക്സഭാംഗമാകുന്നത്. തുടർച്ചയായി സ്പീക്കർ പദവിയിലെത്തുന്ന 5ാമത്തെയാളാണ് ഓം ബിർള. ന്യൂസ് ഡെസ്ക്, News 18. Shri Om Birla is declared elected as the Speaker. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ ലഭിച്ചത് ഈ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ്. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വർഷത്തെ കാലാവസ്ഥാ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് ഇന്നലെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ശരാശരി 69.6 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇന്നലെയാണ് ഈ കാലവർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇതിനു മുൻപ് ജൂൺ 9-ാം തീയതിയായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഇരട്ടിയോളം മഴയാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ വളാംതോട്, കാപ്പിക്കളം, നിരവിൽപ്പുഴ, ടാറ്റാമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. 234 മില്ലിമീറ്റർ മഴയാണ് വളാംകുളത്ത് മാത്രം ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ സീസണെ അപേക്ഷിച്ച് ഇത്തവണ മഴ ഏറ്റവും കുറവാണ്. ഈ പ്രാവശ്യത്തെ കാലവർഷം ഏറ്റവും കുറവ് മഴയാണ് ഇപ്രാവശ്യം ലഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും ഇടുക്കി, വയനാട് ജില്ലകളിൽ താരതമ്യേന വലിയ രീതിയിൽ മഴ കുറവ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 37% കുറവ് മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത്. അതുപോലെ തന്നെ 41% കുറവ് മഴയാണ് വയനാട് ജില്ലയിൽ ലഭിച്ചത്. ഇനി മാഹിയിൽ നോക്കുകയാണെങ്കിൽ 697.8 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് 615.8 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ മാഹിയിൽ ലഭിച്ചത്. കോട്ടയം, ഏകദേശം എല്ലാ ജില്ലകളിലും കണക്ക് ഇങ്ങനെ തന്നെയാണ്. കണ്ണൂർ 578.7 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചത്. ഇത് 697.8 മില്ലിമീറ്റർ മഴയായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും കുറവ് മഴയാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്നലെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിരുന്നു.
ഇനി വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിൽ തന്നെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട്. സംസ്ഥാന വ്യാപകമായി മഴയുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഓറഞ്ച്, റെഡ് അലേർട്ടുകളൊക്കെ നിലനിന്നിരുന്നു. ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരം അലേർട്ടുകൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്തെ നദികളിലെ ജലനിരപ്പ് ഉയരുകയാണ് എന്ന കണക്ക് കൂടിയാണ് വ്യക്തമാക്കുന്നത്. എല്ലാ ജില്ലകളിലും നദികളിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നദികളിൽ ജലനിരപ്പ് ഉയരുന്നത്. താരതമ്യേന കോഴിക്കോട്, തൃശ്ശൂർ ഭാഗത്തെ ചില നദികളിൽ മാത്രമാണ് ജലനിരപ്പ് ഉയരാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാ നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം മഴക്കെടുതിയിൽ ഇതുവരെ 48 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ വരെയുള്ള കണക്കുകളാണിത്. ഇന്നലെ വരെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 48 പേർ മരിച്ചു, 33 പേർക്ക് പരിക്കേറ്റു. ഇനി വീടുകളുടെ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ 109 വീടുകളാണ് പൂർണ്ണമായും ഇപ്രാവശ്യത്തെ മഴയിൽ തകർന്നത്. 1358 വീടുകൾ ഇത്തവണത്തെ മഴയിൽ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു മഴക്കെടുതി നോക്കുകയാണെങ്കിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കടൽ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ അതിതീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2.9 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് നിലപൊത്തി. തിരുവനന്തപുരം കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിന് മുൻപിലാണ് ബോർഡ് വീണത്. ആർക്കും പരിക്കില്ല. കാലവർഷം ആരംഭിച്ച് ഒരു മാസമായിട്ടും പാലക്കാട്ടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ല. മംഗലം അണക്കെട്ടിൽ ഒഴികെയുള്ള അണക്കെട്ടുകളിൽ സംഭരണശേഷിയുടെ എത്രയോ താഴെയാണ് ജലനിരപ്പ്. മഴ ശക്തമായില്ലെങ്കിൽ പാലക്കാടൻ കാർഷിക മേഖലയെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. പാലക്കാട് ജില്ലയിൽ 8 അണക്കെട്ടുകളാണുള്ളത്. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴയാണ്. സംഭരണശേഷി 226 മില്യൺ ക്യൂബിക് മീറ്റർ. ഇപ്പോഴത്തെ ജലനിരപ്പാകട്ടെ 40.6 മില്യൺ ക്യൂബിക് മീറ്റർ മാത്രം. കാലവർഷം ആരംഭിച്ച് ഒരു മാസമാകുമ്പോഴും സംഭരണശേഷിയുടെ 18% ജലമാണ് മലമ്പുഴ അണക്കെട്ടിലുള്ളതെന്ന് ചുരുക്കം. ചുള്ളിയാർ അണക്കെട്ടിലാവട്ടെ കരുതൽ ശേഖരം മാത്രമാണുള്ളത്. വാളയാറിലും മീങ്കരയിലും വെള്ളം അടിത്തട്ടിൽ നിൽക്കുന്നു. പോത്തുണ്ടി, ശിരുവാണി, കാഞ്ഞിരപ്പുഴ അണക്കെട്ടുകളിലും ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. അണക്കെട്ടുകളിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ കാര്യമായ മഴ ലഭിക്കാത്തതാണ് ജലനിരപ്പ് ഉയരാത്തതിന്റെ കാരണം. അതേസമയം മംഗലം അണക്കെട്ടിൽ ഈ പ്രതിസന്ധിയില്ല. അണക്കെട്ടിന്റെ ബ്ലൂ അലർട്ട് ലെവലിലേക്ക് വെള്ളം എത്താറായിട്ടുണ്ട്. മഴ ശക്തമായില്ലെങ്കിൽ കാർഷിക മേഖലയെ കാര്യമായി തന്നെ ബാധിക്കും. കാർഷിക മേഖലയ്ക്ക് 6 മാസം വെക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളിൽ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ മഴ ശക്തമായതുകൊണ്ട് ഇപ്പം കാർഷിക മേഖലയ്ക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ജൂലൈ, ഓഗസ്റ്റ് മഴ ശക്തമാവാൻ തന്നെയാണ് സാഹചര്യം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡാമിലാവുന്നില്ലേ ആശങ്ക കറക്റ്റില്ല. മഴ പെയ്യണം. മഴ പെയ്താലും 20% മലമ്പുഴ, പോത്തുണ്ടിയിലും 18% ആയിട്ടേ ഉള്ളൂ. പക്ഷെ മംഗലത്ത് അങ്ങനെയല്ല. മംഗലത്ത് 70%. അപ്പം മഴയുടെ ഒരു ഇന്റൻസിറ്റിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് മഴ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീങ്കര, കാഞ്ഞിരപ്പുഴ, വാളയാർ അണക്കെട്ടുകളിൽ നിന്ന് ഒന്നാം വിള നെൽകൃഷിക്ക് നൽകാനുള്ള വെള്ളം പോലുമില്ല. ചുള്ളിയാറിൽ കരുതൽ ശേഖരമായതിനാൽ കാർഷിക മേഖലയ്ക്ക് ലഭിക്കില്ല. മലമ്പുഴ അണക്കെട്ടിൽ 12 ദിവസത്തേക്കും പോത്തുണ്ടിയിൽ 8 ദിവസത്തേക്കുമുള്ള വെള്ളം മാത്രമാണുള്ളത്. ശിരുവാണിയിലുള്ള വെള്ളത്തിൽ നിന്നാണ് തമിഴ്നാടിന് നൽകുന്നത്. മംഗലം അണക്കെട്ടിൽ കാർഷിക മേഖലയ്ക്ക് 40 ദിവസത്തേക്കുള്ള വെള്ളമുണ്ട്. 4 അണക്കെട്ടുകളിൽ നിന്നു മാത്രമാണ് കുടിവെള്ള വിതരണമുള്ളത്. ജലപ്രതിസന്ധി കുടിവെള്ള വിതരണത്തെ ബാധിക്കില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കേണ്ടത് അനിവാര്യമാണ്.
മലമ്പുഴ റിസർവോയറാണിത്. ജൂൺ മാസം അവസാനിക്കാറായിട്ടും ഈ ഭാഗത്തേക്ക് ഇനിയും വെള്ളമെത്തിയിട്ടില്ല. കാരണം കാലവർഷം ദുർബലമാണ്. ഇതിങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാവും. അതായത് പാലക്കാടൻ പാടങ്ങൾ പ്രധാനമായും നിലനിൽക്കുന്നത് ഡാമുകളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെങ്കിലും കാലവർഷം ശക്തമാകേണ്ടതുണ്ട്. പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. പാലക്കാടൻ കാർഷിക മേഖലയിൽ ഈ മഴ അത് ശക്തമായില്ലെങ്കിൽ അതിനെ ബാധിക്കുമെന്ന വിവരമാണ് വിനേഷ് പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. Shri Om Birla is declared elected as the Speaker of this House. ഓം ബിർളയ്ക്ക് സ്പീക്കർ പദവിയിൽ ഇത് രണ്ടാം ഊഴം. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു. ഓം ബിർളയ്ക്കായി 13 പ്രമേയങ്ങളും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനായി 3 പ്രമേയങ്ങളുമാണ് അവതരിപ്പിച്ചത്. ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്താങ്ങി. श्री ओम बिरला जो इस सभा के सदस्य हैं उनको इस सभा के अध्यक्ष के रूप में चुना जाए. മോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ പ്രോട്ടം സ്പീക്കർ അംഗീകരിച്ചു. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ഓം ബിർളയെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രിയും വിവിധ കക്ഷി നേതാക്കളും അഭിനന്ദിച്ചു. സ്പീക്കർ സ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ഊഴം മികച്ച അവസരമാണെന്നും സ്വാതന്ത്ര്യലബ്ധിയുടെ 70 വർഷത്തിനിടയിൽ നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ സാധ്യമാക്കിയതായും മോദി. अमृत काल के इस महत्वपूर्ण कालखंड में दूसरी बार इस पद पर विराजमान होना बहुत बड़ा दायित्व आपको मिला है और आपका 5 वर्ष का अनुभव और आपके साथ हम लोगों का 5 साल का अनुभव, हम सबका विश्वास है कि आप आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी. സർക്കാരിന് അധികാരമുണ്ടാകാം, എന്നാൽ പ്രതിപക്ഷവും ജനങ്ങളുടെ ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ സ്പീക്കറാണ് ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തിമ വിധികർത്താവ്. പ്രതിപക്ഷത്തെ സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുമെന്ന ഉറപ്പുണ്ടെന്നും രാഹുൽ. This House represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. Lifetime. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകണം. ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അന്വേഷണ സംഘത്തെ വലച്ച് പ്രതിയുടെ മൊഴി. മരിച്ച ദീപുവും അമ്പിളിയും പരിചയക്കാർ ആണ് എന്നും ദീപുവിന്റെ ഉടമസ്ഥതയിലുള്ള ക്രഷറിൽ RDX പിടിച്ചതിനെ തുടർന്ന് ക്രഷർ താൽക്കാലികമായി പൂട്ടിയത് ധാരാളം പണം നഷ്ടമാകാൻ കാരണമായെന്നും മൊഴിയുണ്ട്. അതിനാൽ ദീപു നടത്തിയ ആസൂത്രണമാണ് കൊലപാതകമെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതി അമ്പിളി എന്ന സജികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇത് വല്ലാത്തൊരു കുഴഞ്ഞ പരുവത്തിലേക്കാണ് കേസ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു പ്രതി അറസ്റ്റിലാണ്, ഇയാളുടെ ഭാര്യയും കസ്റ്റഡിയിലുണ്ട്. പക്ഷേ അപ്പോഴും പോലീസിന് വ്യക്തമായൊരു വിവരം ലഭിക്കുന്നില്ല എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, ഇയാൾക്ക് ഒറ്റയ്ക്ക് ഈ കൊലപാതകം നടത്താൻ സാധിക്കുമോ എന്ന കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഒരുപാട് അവ്യക്തതകൾ മാറാനുണ്ടല്ലേ? തീർച്ചയായും. കാരണം പ്രധാനമായും ഈ ഒരു അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഈ പ്രതിയുടെ മൊഴി തന്നെയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി അമ്പിളി എന്ന സജികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. കാരണം ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ താനാണ് കൊലപാതകം നടത്തിയെന്ന കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് താനാണ്. പക്ഷേ അതിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്നത്. കാരണം ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് ഭാര്യയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ കടം അതായത് ഈ ട്രഷറിയിൽ RDX പിടിച്ചതിനെ തുടർന്ന് ഈ ട്രഷറി പൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ചെലവാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ദീപു നേരിടുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു മൊഴി ഈ ഒരു പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ 10 ലക്ഷം രൂപയുമായാണ് ഈ ദീപു JCB വാങ്ങുന്നതിനായി കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുന്നത്. ആ സമയത്ത് ഉള്ള CCTV ദൃശ്യങ്ങൾ, അതായത് ആ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ഒരു ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വ്യക്തമായിരുന്നു. ആ ആൾ ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള അമ്പിളിയാണ് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ഏകദേശം 400 കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് എവിടെയൊക്കെയാണ് പോയത്, ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കേന്ദ്രീകരിച്ച് നിരവധി ഇടങ്ങളിൽ ഈ ഒരു തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ ഇപ്പോൾ നിലവിൽ തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതി അമ്പിളി ഉള്ളത്. തിരികെ കേരള പോലീസിനും ഇതേത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ പിന്നീട് കേരള പോലീസിന് ഇത് കൈമാറണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ പ്രതിയായിട്ടുള്ള അമ്പിളി 50ഓളം കേസുകളിൽ പ്രതിയാണ്. 2 കൊലപാതക കേസിൽ കൂടി പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് അമ്പിളി. അങ്ങനെ ഉള്ളപ്പോൾ ഇത്തരത്തിൽ കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയപ്പോൾ അതിലേതെങ്കിലും തരത്തിൽ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, RDX അടക്കമുള്ളവ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പ്രതി കൂടിയാണ് ഈ അമ്പിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരൂഹത മാറ്റുന്നതിന് വേണ്ടി പ്രതിയെ കേരള പോലീസിന് കൈമാറണം എന്നുള്ള ആവശ്യം എന്തായാലും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. നിലവിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് അമ്പിളിയെ. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിപ്രകാരമാണ് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പ്രതിയുടെ, അതായത് മരിച്ച ദീപുവിന്റെ ഭാര്യയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ കൃത്യമായ വിവരത്തിലേക്ക് പോലീസിൽ എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ മൊഴിയാണ് വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ഒപ്പം തന്നെ ഈ ഒരു CCTV ദൃശ്യവും ആണ് വലിയ നിർണായകമായത്. ഈ ഒരു അന്വേഷണ സംഘത്തിന് പ്രതിയെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഒപ്പം ഇതിന് ഈ ഒരാൾ മാത്രമാണോ ഇതിൽ? കാരണം കഴുത്തറത്തുള്ള കൊലപാതകമായിരുന്നല്ലോ, മൂർച്ചയേറിയ കത്തിയും മറ്റും കാറിൽ നിന്ന് കണ്ടെടുത്തു. ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സാഹചര്യ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഒരാൾ മാത്രമാണോ, അമ്പിളി മാത്രമാണോ ഇതിൽ ഇടപെട്ടത്? ഇയാൾ മാത്രമാണോ കാറിലുണ്ടായിരുന്നത്? അയാളുടെ സാന്നിധ്യം, ഒപ്പം ഈ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുക. ഇയാൾക്ക് നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു, പണമൊക്കെ ചോദിച്ച് പല കൊട്ടേഷ സംഘങ്ങളുടെ ഭാഗത്തു നിന്നും എന്നുള്ള ഭാര്യയുടെ മൊഴി. ഇതൊക്കെ വളരെ പ്രധാനമാണല്ലോ ഈ കേസിൽ. അപ്പോൾ കേരള പോലീസ് കൂടി ഈ വിഷയത്തിൽ, ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട് പോലീസിന്റെ 9 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. കേരള പോലീസ് കൂടി നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടി വരും. അങ്ങനെ വിശാലമായ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ട സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും. കാരണം അതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ CCTV ദൃശ്യത്തിൽ ഒരാളാണ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ സമയത്ത് മറ്റാരെങ്കിലും കാറിലുണ്ടായിരുന്നു എന്നുള്ളതടക്കം അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇറങ്ങിപ്പോയത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള അമ്പിളിയാണോ എന്നുള്ള കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ അത് അമ്പിളിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തില്ല. പക്ഷേ താനാണ് ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നുള്ള ഒരു മൊഴി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ദീപു കുറ്റസമ്മതമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. തന്നോടൊപ്പം ആരുമില്ല. പക്ഷേ ഇത് ആസൂത്രിത കൊലപാതകമാക്കിയത് ഇതിന് ദീപു കൂടി
ദീപുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു മൊഴി കൂടി ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട്. ഇരുവരും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആസൂത്രിതമായി ഇരുവരും ചേർന്ന് നടത്തിയ കൊലപാതകമാണ്, അല്ലെങ്കിൽ ഇരുവരും നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരം തയ്യാറാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത്. അതായത് ദീപു പ്ലാൻ ചെയ്ത് സ്വന്തമായി ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നടന്നതാണോ, അല്ലെങ്കിൽ സ്വയമേ ഇത്തരത്തിൽ മരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിന് ശേഷം അമ്പിളിയെ കൊണ്ട് ഇത്തരത്തിൽ കഴുത്തറപ്പിച്ച് കൊലപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള കാര്യം എന്തായാലും ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ദീപുവിന്റെ ഭാര്യയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ ഏതു തരത്തിലായിരുന്നു, ഒപ്പം തന്നെ ഈ ക്വാറി ഉടമസ്ഥൻ കൂടിയാണ് ഈ ദീപു എന്ന് പറയുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നോ. കൂടാതെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി അമ്പിളി ഈ 400 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊലപാതകത്തിന് ശേഷം 400 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതിനുശേഷം ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ അമ്പിളിയെ പിടികൂടുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിന് ശേഷം എങ്ങനെ ഈ 400 കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രതിക്ക് ആയി എന്നുള്ളതടക്കമാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ CCTVയിൽ കണ്ടെത്തിയിരിക്കുന്ന ആൾ അത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി അമ്പിളിയാണോ അതോ മറ്റാരെങ്കിലുമാണോ, അതോ ആ സമയത്ത് കാറിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ തമിഴ്നാട് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകി ഇന്ന് പ്രതിയെ കോടതിയിൽ നിന്നും പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തേക്ക് വാങ്ങിച്ചതിനു ശേഷം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നിരവധി സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നാണ് അന്വേഷണ സംഘം ഇനി പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ കേരള പോലീസിനും നിർണായകമായ രീതിയിൽ തന്നെ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ പലയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ അന്വേഷണം പൂർത്തീകരിച്ചതിനു ശേഷം കേരള പോലീസിന് ഈ പ്രതിയെ വിട്ടു നൽകണമെന്നുള്ള അപേക്ഷ മുന്നോട്ട് വെക്കുകയും ചെയ്യും. എന്തായാലും അടുത്ത 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി അപേക്ഷ നീട്ടി നൽകണമെന്നുള്ള ആവശ്യമായിരിക്കും പ്രധാനമായും ഇന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുന്നിലേക്ക് വെക്കുക. അതെന്തായാലും കോടതി സമ്മതിക്കാൻ തന്നെയാണ് സാധ്യത. കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതി അമ്പിളി എന്ന സജികുമാർ ഉള്ളത്. അതാണ് MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ മരിച്ച ആൾ തന്നെ ആസൂത്രണം ചെയ്ത ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതക ശ്രമമാണോ എന്നുള്ളത് അത്തരത്തിൽ ദീപു ആസൂത്രണം ചെയ്താണോ എന്ന തരത്തിലുള്ള ചില മൊഴികൾ അത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് അമ്പിളിയുടെ ഭാഗത്ത് നിന്ന്. അതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. MG മിഥുനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ചില മാറ്റങ്ങൾ കൂടി, ചില പുതിയ വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ദീപുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു യുവ വ്യവസായിയായിരുന്നു. മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നത് പണം കണ്ടെത്തിയതായി സൂചന. ഈ പറഞ്ഞ 7 ലക്ഷം രൂപ 10 ലക്ഷം രൂപയാണ് ദീപുവിൻ്റെ പക്കലുണ്ടായിരുന്നത്. 7 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഈ പ്രതിയുടെ വീട്ടിലടക്കം. അങ്ങനെ പണം ലഭിച്ചു. അത് മിഥുൻ, അതൊരു നിർണായകമായ തെളിവായി മാറുകയാണല്ലോ ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച്. ഈ 7 ലക്ഷം രൂപ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് ഈ കേസിൽ നിർണായകമാകും. അന്വേഷണ സംഘത്തിന് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുകയും ചെയ്യും. രഞ്ജിത്ത്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അന്വേഷണ സംഘം ഈ പ്രതി അമ്പിളിയുടെ വസതിയിലെത്തി ഈ ഒരു പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് ഇപ്പോൾ 7 ലക്ഷം രൂപ, നേരത്തെ ദീപുവിന്റെ ഭാര്യ വ്യക്തമാക്കിയതുപോലെ തന്നെ 10 ലക്ഷം രൂപയായിട്ടാണ് JCB വാങ്ങുന്നതിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ചത്. ആ 10 ലക്ഷം രൂപയിൽ 7 ലക്ഷം രൂപ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ തുക തന്നെയാണോ അത്? അതായത് ദീപു കൊണ്ടുപോയ ആ 10 ലക്ഷം രൂപയിലുള്ള 7 ലക്ഷം രൂപയാണോ ഇവിടെ നിന്ന് കണ്ടെത്തിയതടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ അവിടെ നിന്ന് 7 ലക്ഷം രൂപ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ സമയത്ത്, അതായത് ദീപു ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കാറുമായി സഞ്ചരിച്ചതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ദീപുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച്, കാരണം ഈ ഒരു കൊലപാതകത്തിന് ശേഷം മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഈ 10 ലക്ഷം രൂപയുമാണ് ഈ പ്രതി അമ്പിളി, അതുമായാണ് പ്രതി അമ്പിളി കടന്നു കളഞ്ഞതെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ
അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ പ്രതി കൊണ്ടുപോയത് എന്നടക്കമുള്ള ഒരു കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ആസൂത്രിതമായ ഒരു കൊലപാതകമാണെങ്കിൽ ദീപുവിന്റെ മൊബൈൽ ഫോൺ കൈക്കലാക്കി പ്രതി എന്തിനാണ് രക്ഷപ്പെട്ടത് എന്നുള്ള അടക്കമുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. കാരണം അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ സ്വാഭാവികമായും പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിന് വളരെ പെട്ടെന്ന് തന്നെ എത്താനാകുകയും ചെയ്യുമെന്നുള്ള കാര്യം എന്തായാലും അമ്പിളിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോണും കൂടി കൈക്കലാക്കി മുന്നോട്ട് പോയി എന്നുള്ള അടക്കമുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘത്തെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം 7 ലക്ഷം രൂപ ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയെന്നതാണ് ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റായി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പുറത്തെ വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് ഇവർ പണം വായ്പ എടുത്തിരുന്നു. ഫിനാൻസിലെ ജീവനക്കാർ ചിലർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് ഇവരെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവരൊരു സ്വകാര്യ സ്ഥാപനത്തിൽ, പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം വായ്പ എടുത്തിരുന്നു. അതിന്റെ ഒരു തിരിച്ചടവുകൾ മുടങ്ങിയതായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഗഡുക്കൾ അടയ്ക്കേണ്ട ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു. അതിൽ നേരത്തെ തന്നെ അതിൽ കുടിശ്ശികയും വന്നിരുന്നു. ഇതേ ചൊല്ലി ഈ ഫിനാൻസ് സ്ഥാപനത്തിലെ ചിലർ ജീവനക്കാരിൽ അവർ ഇവരുടെ വീടുകളിലെത്തിയതായി ഇവരുടെ കാര്യത്തിൽ സംസാരിച്ചതുമായെല്ലാം തന്നെ സൂചനകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവരുടെ ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതേ തുടർന്നുള്ള ഒരു മനോവിഷമമാവും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇവരൊരു ആത്മഹത്യ ചെയ്തതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. കുറുപ്പുംപടി പോലീസാണ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നത്. ഓടക്കാലി പുളിയാമ്പള്ളി മുകളിലുള്ള വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനി 29 വയസ്സാണ്. ഇവരാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക പീഡനം ഇവരുടെ ഭാഗത്ത് ഫിനാൻസ് കമ്പനികളുടെ ഒരു ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ കുറിപ്പുകളായി ഇവർ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധന നടത്തുകയാണ്. എന്തായാലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇവർ പണം വായ്പയ്ക്ക് എടുത്തിരുന്നു. പക്ഷെ അതിന്റെ തിരിച്ചടവുകളടക്കം മുടങ്ങിയ സാഹചര്യവുമുണ്ട്. ഇവരെ ജീവനക്കാർ വീട്ടിലെത്തി ഇവരോട് സംസാരിച്ചു. അത് കാര്യത്തിൽ സംസാരിച്ചിരുന്നു എന്നതടക്കം ചില തെളിവുകളിലും അടക്കം ലഭിച്ചിട്ടുണ്ട്. സാക്ഷികളടക്കമുണ്ട്. ബന്ധുക്കളടക്കം ഇത്തരം കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിലുള്ള മനോവിഷമം മൂലമാണോ ഇവർ ആത്മഹത്യ ഈ തൂങ്ങി മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും വിശദമായിട്ട് പരിശോധിച്ചു വരികയാണ്. കുറുപ്പുംപടി പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ നന്ദിപ്രമേയ ചർച്ചയും ആരംഭിക്കും. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഇന്നലെയൊക്കെ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ദിവസങ്ങളായിരുന്നു. ഇനി എന്തൊക്കെയാണ് സഭാ നടപടികൾ ഇന്ന് ബാക്കിയുള്ളത്? രഞ്ജിത്ത്, ഇന്ന് ഏതായാലും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. രാവിലെ ഏതായാലും രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ലോക്സഭയും ഒപ്പം തന്നെ രാജ്യസഭയും അഭിസംബോധന ചെയ്യുകയാണ് രാഷ്ട്രപതി. ഇന്ന് തന്നെയാണ് രാജ്യസഭാ നടപടികളും ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലും രാജ്യസഭ ഉണ്ടായിരുന്നില്ല. രാജ്യസഭ ഈ സമ്മേളനം ഇന്നാണ് ആരംഭിക്കുന്നത്. ഈ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അറിയേണ്ടത്. പ്രധാനമായും സർക്കാർ ഇനി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ കാര്യങ്ങളിൽ നടപ്പാക്കിയതും ഇനി നടപ്പാക്കാൻ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ അതിൽ ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് BJP അവരുടെ പ്രഖ്യാപിത അജണ്ടയായി പ്രഖ്യാപിച്ചിരുന്ന ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ പരാമർശിക്കുമോ എന്നാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയല്ല ഇത്തവണ സർക്കാർ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. NDA ആണ്, സഖ്യ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരാമർശിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കും. പക്ഷേ പ്രതിപക്ഷം ഏതായാലും ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രപതി പ്രസംഗത്തിന് ശേഷം നിലവിൽ രാജ്യത്ത് ചർച്ചയായിരിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച്
പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക്, സഭയ്ക്ക് പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ വിഷയങ്ങൾ ഉന്നയിക്കും. ഒപ്പം രാജ്യത്ത് സമീപത്ത് കാലത്തുണ്ടായ ട്രെയിൻ ദുരന്തങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ജമ്മു കശ്മീരിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം, അഭിസംബോധനയ്ക്ക് ശേഷം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2-ാം തീയതിയോ അല്ലെങ്കിൽ 3-ാം തീയതിയോ ആയിരിക്കും പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ശരി. മഞ്ഞപ്പിത്ത ബാധ വ്യാപകമായ എറണാകുളം വേങ്ങൂരിൽ രോഗവ്യാപനം നിലനിൽക്കെ കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധന അവസാനിപ്പിച്ച് ആരോഗ്യവകുപ്പ്. മെയ് 17 ശേഷം കുടിവെള്ള പരിശോധന നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് മറുപടി നൽകി. ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് രോഗവ്യാപനമുണ്ടായതെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഏപ്രിൽ 17-നാണ് വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. 200-ലധികം പേരിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. 200-ലധികം പേരിൽ രോഗം വ്യാപിക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലാണ്. രോഗം ഒരാളിൽ സ്ഥിരീകരിച്ചാൽ 45 ദിവസത്തിനകം പുതിയതായി ഒരാളിൽ രോഗം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമേ പ്രദേശം രോഗവ്യാപനത്തിൽ നിന്ന് മുക്തമായി പറയാനാകൂ. എന്നാൽ രോഗവ്യാപനം നിലനിൽക്കെ തന്നെ പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെയും ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെയും പരിശോധന കഴിഞ്ഞ മെയ് 17-ന് ശേഷം നടത്തിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. രോഗവ്യാപനത്തിന് കാരണമായത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലെ അണുബാധയാണെന്ന് ആരോഗ്യവകുപ്പ് തന്നെയാണ് സ്ഥിരീകരിച്ചതും. രോഗപ്രതിരോധ നടപടികളിൽ ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായ അനാസ്ഥയുടെ തുടർച്ചയായാണ് ഈ സമീപനത്തെയും വിലയിരുത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. നാദിർ ഷാ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിലെ ടൈറ്റിൽ ട്രാക്കിലെ ഫിംഗർ ഡാൻസിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കൊച്ചിക്കാരനായ ഇംതിയാസ് അബൂബക്കർ. വർഷങ്ങളായി ഫിംഗർ ഡാൻസ് ചെയ്യുന്നുണ്ട് എങ്കിലും ആദ്യമായാണ് മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഇംതിയാസ്. ഡാൻസ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. പലതരത്തിലുള്ള ഡാൻസ് ഉണ്ട്. എന്നാൽ ഫിംഗർ ഡാൻസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? എന്താണ് ഈ ഫിംഗർ ഡാൻസ്? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണോ? നമ്മൾ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ സ്വന്തം മലയാളിയായ കൊച്ചിക്കാരനായ ഒരു യുവാവുണ്ട്, ഇംതിയാസ് അബൂബക്കർ. ഫിംഗർ ഡാൻസ് കൊണ്ട് പ്രേക്ഷകരെ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുകയാണ് ആശാൻ. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഫിംഗർ ഡാൻസ് ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള നാദിർ ഷായുടെ സിനിമയില് ഒരു ടൈറ്റിൽ സോങ്ങിൽ വന്ന് ഇപ്പൊ സിനിമ കണ്ട പ്രേക്ഷകരെല്ലാരും തപ്പി നടക്കാണ്. ഇത് ആരാണ്, ഇത് എവിടെ നിന്നാണ്? അപ്പൊ കൊച്ചിക്കാരനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇരട്ടി സന്തോഷം. എന്താണ് ഈ ഫിംഗർ ഡാൻസ്? ഫിംഗർ ഡാൻസ് നമ്മൾ കണ്ട പോലെ ഫിംഗേഴ്സിൽ ചെയ്യുന്ന ഒരു ഡാൻസ് എന്ന് മാത്രം പറയാം. ബട്ട് അത് കാണുന്നത്ര വളരെ ഈസിയായ ഒരു സംഭവമല്ല എന്നുള്ളൂ. ഫിംഗർ ഡാൻസ് നമുക്ക് ഇരുന്നൊക്കെ ഡാൻസ് ചെയ്യാം. ഫിംഗേഴ്സ് ഇപ്പൊ ഇരുന്ന് ചെയ്യാം, ഇപ്പൊ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ചെയ്യാം. ബട്ട് നമ്മളൊരു മൂവി അതിനൊക്കെ പോകുമ്പോൾ നമ്മുടെ പൊസിഷനിങ് എല്ലാം മാറും. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? നാദിർ ഷാക്ക് എങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് ജനുവരിയിലാണ് നാദിർ ഷായുടെ കോൾ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? നാദിർ ഷാക്ക് എങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് ജനുവരിയിലാണ് നാദിർ ഷായുടെ കോൾ വരുന്നത്. ഇങ്ങനെ ഇംതിയാസ് നാദിർ ഷാണ് ഇങ്ങനെ ഫിംഗർ ഡാൻസ് ചെയ്യണ്ടോന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എൻ്റെ ഒരു സിനിമയുണ്ട്, അതിൽ ഒരു ടൈറ്റിൽ സോങ് ഫിംഗേഴ്സിൽ ചെയ്താന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഒന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ സോങ് എനിക്ക് അയച്ചു തന്നു. അപ്പൊ അയച്ചപ്പോ അന്ന് ഹിഷാം അതിന്റെ മ്യൂസിക് ഡയറക്ടർ പാടിയ വേർഷൻ തന്നെയാണ്. അപ്പൊ കേട്ടപ്പോ ഗംഭീര സോങ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് കൊള്ളാം, എനിക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഐ വാണ്ട് ടു ഫ്ലൈ വിത്ത് മൈ ഫിംഗേഴ്സ് എന്നാണ് ഞാൻ അതിൽ പറഞ്ഞ പുള്ളിയെടുത്ത്. അപ്പൊ നന്ദി വർക്ക്. അപ്പൊ അങ്ങനെയാണ് കോൺസെപ്റ്റ് ഉണ്ടാക്കി ഇക്കടുത്ത് പറഞ്ഞു. അപ്പൊ ഇക്ക അത് അപ്രൂവൽ തന്നു. അന്ന് ശരി, എന്നാ നീ നിന്റെ എങ്ങനെയാണ് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ്.
അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നില്ലേ? കാരണം നമ്മൾ സാധാരണ ഒരു ഷോ ചെയ്യുന്ന പോലെയല്ല, ഒരു സിനിമയിൽ വരുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കൈകൊണ്ടല്ല ചെയ്യുന്നത്. അത് ഞാൻ അതിന്റെ സീൻസ് കുറച്ച് കണ്ടു, കിടന്നിട്ടൊക്കെയാ അല്ലെ ഫിംഗർ കൊണ്ട് ചെയ്ത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ് അത്. നമുക്ക് കുറെ നേരം ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുമ്പോൾ അങ്ങനെ ബ്ലഡ് കുറെ നേരം ഹെഡിലോട്ട് വരും, കുറച്ചു നേരം ബ്ലാങ്ക് ആവും. അപ്പോ അതിന് റെസ്റ്റ് എടുക്കണം. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ, ചില ഫസ്റ്റ് ഡേയിലൊക്കെ ചെറിയ ബ്ലഡ് ഒക്കെ വന്നിരുന്നു, കുറെ നേരം കിടന്നുണ്ടായിരിക്കാം. ബാക്ക് പെയിൻ ഒക്കെ വരും. ആ പൊസിഷൻ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ കണ്ടാലും BTSിലൊക്കെ അറിയാം, അതിന്റെ ഷൂട്ട് ചെയ്തതിന്റെ ബിഹൈൻഡ് ദ മേക്കിംഗ് വീഡിയോയിലൊക്കെ അതിനെ കുറിച്ച് കാണാൻ സാധിക്കും. ബട്ട് എന്താണ് എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ അത് നമ്മൾക്ക് ഓക്കെയാണ്. ബട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ, ഐ മീൻ ഈ ഷൂസ് കിട്ടാനൊക്കെയാണ് നമ്മൾക്ക് പ്രോബ്ലം. ക്യാരക്ടേഴ്സ് ഇതെങ്ങനെയാ ചെയ്തത്? ഇത് നമ്മളുടെ സ്ഥിരം നമുക്ക് ചെയ്യുന്ന കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്, അവര് തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തത്. ലൈക്ക് പ്രിയ, ലൈജു, കാരണം അവരെ പ്രത്യേകം പറയണം. നമ്മള് ഇത് അത്ര ഈസി അല്ല ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഫിംഗേഴ്സിന്റെ. ഇതും ഓക്കെ, ഇത് നമ്മളിവിടെ ചെയ്തു. ബട്ട് ഷൂസ് ആണ് എനിക്ക് പ്രശ്നം. അതെ, ഇത്രയും ചെറിയ ഷൂസ് നമുക്ക് ഒരു കടയിലും കിട്ടത്തില്ല. ഇന്ത്യയിലില്ല, നമ്മൾ USA എന്നാണ് എല്ലാം എടുത്തത്. ചിലതൊക്കെ ഇവിടെ നമ്മൾ പിന്നെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ട് ചെയ്തു. അപ്പൊ ഷൂസ് തന്നെ നമ്മളൊരു റിസ്ക് ഫാക്ടറാണ്. ഇതിന്റെ ഫസ്റ്റ് ടെൻഷൻ എനിക്ക് ഷൂസ് ആയിരുന്നു. ഈ കട കോള് കഴിഞ്ഞ് വെച്ചപ്പോഴേക്കും ഷൂസ് ഞാൻ എന്തൊക്കെ എടുക്കണോന്നാണ് ആദ്യം. ബട്ട് അതെല്ലാം സെറ്റായി. പിന്നെ കോസ്റ്റ്യൂം, പിന്നെ അതിന്റെ ആർട്ട് വർക്ക്, അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ, എല്ലാരും നല്ലൊരു ടീം വർക്ക് ആയിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഈ പറയുന്നത്. ഈ ഫിംഗർ ഡാൻസ് എന്നുള്ളൊരു ഒരു ഇഷ്ടം എപ്പോഴായിരുന്നു തുടങ്ങിയത്? ഫിംഗർ ഡാൻസ് ഇങ്ങനെ നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച ഒരു ആർട്ട് ഫോം ഒന്നുമല്ല. ഞാനൊരു ടീച്ചറായിരുന്നു, ഡാൻസ് ഇൻസ്ട്രക്ടർ കൂടിയായിരുന്നു, കൊറിയോഗ്രാഫറായിട്ട് പണ്ട് മുതലേ ചെയ്യുന്നത്. അപ്പോൾ 2009-10 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ സമയത്ത് ഞാനൊരു വേൾഡ് ടൂർ ചെയ്യുന്ന ടൈമാണ്. നാട്ടിൽ വരുമ്പോഴേക്ക് എന്റെ കസിൻസിനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും, ചെറിയ ചെറിയ ഷോസ് ഒക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ഒരിക്കലും ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇതേപോലെ ഇരിക്കുക. അപ്പൊ അന്ന് കുട്ടികൾ മുട്ടിൽ ഇങ്ങനെ ബെൻഡ് യുവർ നീസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് റൈറ്റിലേക്ക് കിക്ക് ചെയ്തെന്ന് ഞാൻ ഫിംഗേഴ്സിലാണ് ഞാൻ കാണിച്ചത്. അതൊന്നും സ്ട്രൈക്ക് ആയതാണ്. അപ്പോ അതുണ്ടാകാൻ കാരണം മറ്റുള്ള ഇൻസ്പിറേഷനൊക്കെയാണ് നമ്മൾ ഇതാണ്. അപ്പോ അതുണ്ടാകാൻ കാരണം മറ്റുള്ള ഇൻസ്പിറേഷനൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോലെ. ഇപ്പൊ ടോം ആൻഡ് ജെറിയിൽ നമ്മൾ ഹാൻഡ് ബോയ് കണ്ടിട്ടുണ്ട്, ഒരു സൈക്കോ എന്ന് പറഞ്ഞൊരു മൂവിൽ. അങ്ങനെ പല സ്ഥലത്തൊക്കെ ഇത് നമ്മളുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായിരിക്കാം ഇതിങ്ങനെ പോയത്. ബട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഡാൻസ് അപ്പൊ വന്നാൽ ഇതിന് ഫസ്റ്റ് നമ്മൾ വേറെ പൊസിഷനാണ്, ഹാൻഡ് പൊസിഷനായിരുന്നു. ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നില്ല. 2 ഹാൻഡ് ഇങ്ങനെയാണ് നമ്മൾ പിടിച്ചത് ആദ്യം. പിന്നീട് നമ്മൾ ഇങ്ങനെയായത്. അപ്പൊ അതിന് കുറെ ടൈം എടുത്തതിനൊക്കെ നമ്മൾ ഡാൻസ് ചെയ്ത്. അപ്പൊ ആദ്യം എല്ലാവരും ടേബിള് മതിപ്പൊളിക്ക് ഓണത്തൊക്കെ കഴിഞ്ഞു. ബട്ട് ഇത് അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെയൊക്കെ വരും ഇത് സംഭവം. അങ്ങനെ എന്റെ മദർ സ്റ്റിച്ച് ചെയ്യും, മദർ കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് തന്നു. പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട് രാജേഷ്. അപ്പോൾ രാജേഷാണ് എനിക്ക് ആദ്യം ഒരു ക്യാരക്ടറിനൊക്കെ എന്റെ 2 ഹാൻഡിലും വരച്ചു തന്നു. അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കി, ഒരു സോങ് ഷൂട്ട് ചെയ്തു. നമ്മളുടെ ഹാൻഡി ക്യാമിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു വർക്കായിട്ട് എല്ലാവരും പറഞ്ഞു. അത് പറഞ്ഞ് എന്നെ പുറത്തേക്ക് വിട്ടെന്ന് പറഞ്ഞാല് പിന്നെ ഈ അത് പറയണം. നമ്മുടെ ജാഫർ ഇടുക്കിയും രമേശ് പിഷാരടിയുമാണ് ഇത് കണ്ടിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. പറഞ്ഞു നല്ല വർക്ക്, ഇത് നല്ല സംഭവമാണ്, എല്ലാവരും അറിയണം. പിന്നെ അങ്ങനെയാണ് ഞാൻ പബ്ലിക്കിലോട്ടൊക്കെ ഇത് കൊണ്ടുവന്നത്. ഇതിനിടയ്ക്ക് ഒരു വേൾഡ് റെക്കോർഡും സ്വന്തമാക്കി. എങ്ങനെയാണ് ആ ഒരു വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കണം, കുറച്ചുകൂടി ഇത് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം എപ്പോഴാണ്? അത് 2011 തുടങ്ങിയാണ്. ഫസ്റ്റ് നമ്മൾ വേൾഡ് ഫസ്റ്റ് ടൈം ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു വാലന്റൈൻസ് ഡേക്ക്. അപ്പൊ അത് ഞാനൊന്ന് അപ്ലൈ ചെയ്തു. അപ്പൊ അവർ റിപ്ലൈ ഒന്നും ഇങ്ങനെ കിട്ടില്ല. ഇതിന് വേൾഡ് റെക്കോർഡ് കിട്ടാനുള്ള ചാൻസ് അല്ല, ബിക്കോസ് ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓൾറെഡി ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും കൊണ്ടുവന്നോ ആഗ്രഹം. അപ്പൊ ഈ ഫിംഗർ ഡാൻസിന്റെ പല പ്രൊജക്ടുകളും ചെയ്യുമ്പോൾ പലരും നമ്മളീ പറഞ്ഞ് പുറത്ത് 2-3 പേരൊക്കെ ഇത് ചെയ്യണുണ്ട്. പക്ഷെ ആരും ചെയ്യാത്ത എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യണം. നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ഇവിടെ വേൾഡ് റെക്കോർഡ് 2017 നമ്മൾ കണ്ടക്ട് ചെയ്തത് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ മാനിലുള്ള. അത് വലിയൊരു ആഗ്രഹം, ഇങ്ങനെ വേൾഡ് റെക്കോർഡിൽ എത്തണം. അപ്പൊ എന്റെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പൊ ഇതാരും ചെയ്തിട്ടില്ല. ഇപ്പോഴല്ല, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ചെയ്യുമായിരിക്കാം. അന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്. ഞങ്ങൾ വന്ദേ മാതരം എന്നൊരു സോങ്ങാണ് ചെയ്തത് അന്ന്. 1001 കൈകൾ വെച്ചാണ് ചെയ്തത് നമ്മളന്ന്. സോ അതിന് നമുക്ക് നാഷണലും വേൾഡ് റെക്കോർഡും ഒക്കെ കിട്ടി. അതിന് എനിക്കൊരു ഡോക്ടർ, അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ നാഷണൽ റെക്കോർഡും വേൾഡ് റെക്കോർഡിലുണ്ട് ഒരു ഡോക്ടറേറ്റ് വന്നിരുന്നു. അപ്പൊ ഞാനന്ന് എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയാണ് അയച്ചത്. ഇങ്ങനെ
ഇതിൽ ഫിംഗേഴ്സ് ഡോക്ടറേറ്റ് അത് എടുത്തിട്ടില്ലെങ്കിൽ എടുക്കണം അങ്ങനെ ഇരിക്കുന്നു. ഒപ്പം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു തീരുമാനം കൂടിയാണ്. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ എനിക്കൊരു കസിൻ ബ്രദറുണ്ട്, ഒരു ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള. അയാളിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ. കാര്യം ഒരു ദിവസം എൻ്റെ ഇതുപോലെ മുമ്പ് ചാനലിലൊക്കെ ഇങ്ങനെ ന്യൂസ് വന്നപ്പോൾ ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ എൻ്റെ കണ്ടാന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചാൽ കൈ കാണിച്ചു. ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ആന്റിയുടെ ഒരു കൗണ്ടർ ഉണ്ട്. സ്കൂളിൽ ഇവർക്ക് ഒരുപാട് ഫിംഗേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിക്കും ഇവർക്ക്. പ്രൈബർ ക്രഷിങ്, ഇത് എന്തെങ്കിലും ചെറിയ ചെറിയ എക്സസൈസ്. അപ്പൊ ഇവൻ മടിയാണ് അത് ചെയ്യാനായിട്ട്, ഇവിടെ വിരൽ അനക്കുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് ആന്റി ഇങ്ങനെ തമാശക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചൊന്ന് അതൊന്ന് സ്പാർക്കായി എനിക്ക്. അപ്പൊ ഇവന് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർ ചെയ്യും. ബട്ട് ഇത് ഡാൻസ് അല്ല അവരെ ചെയ്യിപ്പിക്കേണ്ട. സോ അങ്ങനെ കുറച്ച് അന്നൊരു 10 വർഷത്തോളം എടുത്ത് ഇത് ഡിസൈൻ ചെയ്യാൻ. ഇത് ഡാൻസ് അല്ല അവർക്ക് ചെയ്യിപ്പിക്കുന്ന ഓരോ എക്സസൈസുകളാണ്, കുറച്ച് ലെവലുകളാണ്, ഒരു 25 പോലും ലെവലുകളാണ്. ഈ ലെവൽസ് കഴിയുമ്പോഴൊരു 10 ലെവൽ കഴിയുമ്പോഴേക്കും അവരുടെ കോൺസെൻട്രേഷൻ. പിന്നെ എന്താ പറയാ, ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യണ്ട. നമ്മളൊരു ക്ലാസ് കണ്ടറിയാം, നമ്മൾ ചെന്നെടുത്ത ഉടനെ അവർ റിയാക്ട് ചെയ്തതിന്. സോ ആ രീതിയിൽ തന്നെ ഡിസൈനിങ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാകും. കാര്യം അതിനൊരു ക്യാച്ച് ചെയ്യുന്നുള്ള നമ്മുടെ അടുത്ത് എനിക്ക് തന്നെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഞാൻ ഇതുപോലെ 2022 നമ്മളിത് 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ രക്ഷാ സ്പെഷ്യൽ സ്കൂളിൽ. പക്ഷെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സെൻ. അപ്പൊ അന്നൊരു ക്ലാസ് ഞാൻ എടുത്തു. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്ന 1 വർഷത്തിന് ശേഷമാണ് ആ സ്കൂൾ. 1 വർഷം കഴിഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ കണ്ടപ്പോൾ സെൻ ഇങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ. സെൻ വന്ന് മൈക്കിൾ ജാക്സന്റെ മൂഡ് വാക്കാണ് കാണിച്ചത്. ഞാൻ ഷോക്ക്ഡായി. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കണ്ടില്ലേ അവർക്ക് ഇത്ര ക്യാഷ് ആവുന്നുണ്ട്. പല കുട്ടികളും കാണിച്ചു ഇങ്ങനെയൊക്കെ തന്നെ. സോ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ പിന്നെ ഇപ്പൊ എല്ലായിടത്തും എല്ലാ സ്കൂളുകളിലേക്കും ടീച്ചേഴ്സിനാണ് ട്രെയിനിങ് കൊടുക്കണം, പാരന്റ്സിനും ഇത്ര ലെവലുകൾ ചെയ്ത് നമ്മൾ തരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. കുറെ എന്താ പറയാ മിനിയേച്ചേഴ്സ് ഒക്കെ തന്നെയുണ്ട്. നമ്മൾ ഇതുപോലെ നമ്മൾ ലിറ്റിൽ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് കൂടി ഉണ്ട്. ലിറ്റിൽ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് ഡിസൈനിങ്ങുകളാണ്. അപ്പൊ അതുകൂടി ഒക്കെ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നു അങ്ങനെ പറയാം. ഒപ്പം സിനിമയിലെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കൊറിയോഗ്രാഫറും കൂടിയാണ്. എങ്ങനെയുണ്ട് സിനിമ ആ ഒരു ലൈഫൊക്കെ? സിനിമ ലൈഫ് നന്നായിട്ട് പോകണം. നല്ല 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 സോങ്ങുകളുണ്ട്. ഇപ്പൊ വർക്കുകൾ എന്റെ റിലീസ് ചെയ്യാനുണ്ട്. ഇപ്പോഴും റിലീസ് ഇപ്പൊ വൺസ് ഓപ്പൺ ടൈമാണ് ലാസ്റ്റ് റിലീസ്. അതിനും കുറച്ച് മൂവികൾ റിലീസ് ആകാനുണ്ട്. പിന്നെ ഇപ്പോഴും ഷൂട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിൽ ഷൂട്ടുകൾ നടക്കണം. സിനിമ സജീവമായിട്ട് പോകുന്നു ആസ് എ കൊറിയോഗ്രാഫർ. പിന്നെ ഇപ്പോ ഞാൻ ഡയറക്ഷൻ ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ വർക്കുകളും നടന്നു. ഇപ്പൊ ഒരു ചീഫായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു പ്രൊജക്ട്. നെക്സ്റ്റ് നമ്മളൊരു ഓൺ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും ഈ ഫിംഗർ ഡാൻസിലൂടെ വീണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കട്ടെ. താങ്ക് യു. എനിക്കും വളരെ സന്തോഷം. നാദിർഷയുടെ സിനിമയിലൂടെ ഈ ഫിംഗർ ഡാൻസിന്റെ അത്ഭുതവും പ്രേക്ഷകർക്ക് കാണാം എന്ന് കരുതുന്നു. നമുക്ക് മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്താ ബുള്ളറ്റിനുകൾ വരും സമയങ്ങളിൽ ഉണ്ടാകും. നമസ്കാരം.